ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐക്കോണിക് മെൻഡർ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇക്കണോമിക് സർവേ 2024-25. നിങ്ങൾക്കറിയാം, എക്കണോമിക് സർവേ നമ്മുടെ എക്സാമിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിലിംസിലും മെയിൻസിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസിലും മെയിൻസിലും ഇതിലെ ഡേറ്റയും കണ്ടൻറ്റും യൂസ് ചെയ്യാം. ഈവൻ ഇൻ്റർവ്യൂവിൽ പോലും എക്കണോമിക് സർവേയിലെ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക് സർവേ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറൗണ്ട് 480 പേജസ്, അല്ലെങ്കിൽ എങ്ങനെ പോയാലും 400+ പേജസ് ഇതുണ്ട്. അപ്പം വേർഡ് ബൈ വേർഡ് ഇത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പം നമ്മളിന്ന് ശ്രമിക്കുന്നത് വളരെ ക്രിസ്പായിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ടൈം കളയാതെ ലെറ്റസ് മൂവ് ഓൺ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ജാനുവരി 31 വി ഹാഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് ബഡ്ജറ്റ് സെഷൻ ആൻഡ് പ്രസിഡന്റ് അഡ്രസ് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. ഇത് പ്രസിഡൻറ്റിൻ്റെ ഒരു ഒബ്ലിഗേഷൻ കൂടെയാണ്. ഷീ ഹൈലൈറ്റഡ് ദ ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിലൊരു ജനറലായിട്ട് കോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം, പ്രസിഡൻറ്റ് ഈസ് ഈക്വൽ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ഇനീഷ്യേറ്റീവ്സ് അത് ഹൈലൈറ്റ് ചെയ്യുന്ന പ്രസിഡൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി പോലെയാണ് ഏകദേശം. ഈ പ്രസിഡൻഷ്യൽ സ്പീച്ചും പ്രിപ്പയർ ചെയ്യുന്നത് COMൻ്റെ കൺട്രോളിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് പോളിറ്റി പഠിക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇക്കണോമിക് സർവേ ദിസ് വാസ് ടേബിൾഡ് അറ്റ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ബഡ്ജറ്റ് സെഷൻ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് എന്തുണ്ടായിരുന്നു? ബഡ്ജറ്റ്സിൻ്റെ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഇക്കണോമിക് സർവേ, സെക്കൻഡ് ഡേ ബഡ്ജറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ ഇക്കണോമിക് സർവേ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അതൊരു രസകരമായ രീതിയിൽ ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ. ഇക്കണോമിക് സർവേ ഈസ് ലൈക്ക് ദ ഹെൽത്ത് റിപ്പോർട്ട് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി. ഇപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ നോക്കിയാൽ മതി. നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ എത്രയാണ്, ഗ്ലൂക്കോസ് എത്രയാണ്, നമ്മുടെ പ്രഷർ എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യും. അതുപോലെ ഇക്കണോമിയുടെ ഒരു ഹെൽത്ത് ടെസ്റ്റും അതിൻ്റെ റിപ്പോർട്ടുമാണ് എന്ത്? ഇക്കണോമിക് സർവേ. ഇപ്പോൾ പല മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെ പോകുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്, നമ്മുടെ ബാങ്കിങ് സെക്ടർ എങ്ങനെയാണ്, നമ്മുടെ എക്സ്റ്റേണൽ സെക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയുടെ ഒരു ഹെൽത്ത് റിപ്പോർട്ട് പോലെയാണ് എന്ത്? ഇക്കണോമിക് സർവേ. ക്ലിയർ? അപ്പം ഓബ്വിയസ്ലി നമ്മുടെ ഇക്കോണമിയുടെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ഈ എക്കണോമിക് സർവേ നമുക്ക് പറഞ്ഞു തരും, എക്സ്പെഷ്യലി ഫോർ ദ പാസ്റ്റ് ഇയർ. അപ്പോൾ നമ്മൾ നോക്കിയാൽ 2024 ഡീറ്റെയിൽസ് ആയിരിക്കും ഇതിനകത്ത് കൂടുതലുള്ളത്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിനകത്ത് നമ്മുടെ ഇക്കണോമി ഫേസ് ചെയ്യുന്ന ചാലഞ്ചുകൾ, അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളോ പ്രഷറോ കൂടിക്കഴിഞ്ഞാൽ ആ ഹെൽത്ത് റിപ്പോർട്ടിൽ അത് സൈറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഇക്കോണമിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണെന്നും പറയും. അതുപോലെ എന്തെങ്കിലും ചാലഞ്ചസ് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ചാലഞ്ചസും പറയും. വാട്ട് ആർ ദ ചാലഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഇഷ്യൂസ് എന്താണ്, അതുപോലെ എന്തും പറയും. ഇനി നമ്മുടെ എക്കോണമിയെ ബെറ്റർ ചെയ്യാൻ വാട്ട് ക്യാൻ വി ഡു, അല്ലെങ്കിൽ വേ ഫോർവേഡ്. അപ്പം പ്രിസ്ക്രിപ്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹെൽത്ത് റിപ്പോർട്ടുമാണ് എക്കണോമിക് സർവേ, ഒരു പ്രിസ്ക്രിപ്ഷനുമാണ്. അപ്പം എക്കണോമിയുടെ കണ്ടീഷൻ എന്താണ് അത് പറയും, ചലഞ്ചസ് എന്താണ് അതും പറയും, ആ ചലഞ്ചസും ഇഷ്യൂസും എന്താണെന്നും പറയും. അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന് ശേഷം എന്ത് പറയും? വേ ഫോർവേഡും പറയും. അതിനെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്കണോമിക് സർവേയിൽ എന്തുണ്ട്? നമ്മുടെ ഇക്കോണമിയുടെ കഴിഞ്ഞ വർഷത്തെ കണ്ടീഷൻ, ചലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ എക്കോണമി ആൻഡ് ഓൾസോ ദ സജഷൻസ് ഓർ ദ വേ ഫോർവേഡ്. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ എക്കണോമിക് സർവേയിൽ പറയുന്നത്. അതിനു മുമ്പുള്ള ഇന്ത്യൻ എക്കോണമിയുടെ കുറച്ച് ട്രെൻഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ എക്കണോമിക് സർവേയിൽ വരും. അപ്പോൾ എക്കണോമിക് സർവേ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ എക്കണോമിയുടെ അവസ്ഥയാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ. ഇനി ഇക്കണോമിക് സർവേ ഇറ്റ് ഈസ് എൻ ആനുവൽ ഡോക്യുമെൻറ്റ്, വർഷത്തിൽ ഒരു തവണയാണ് ഇറങ്ങുന്നത്. റിലീസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ടിപ്പിക്കലി എ ഡേ ബിഫോർ ദ യൂണിയൻ ബഡ്ജറ്റ് ഇൻ ദ പാർലമെൻറ്റ് ബൈ ദ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഫിനാൻസ് മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ കാലത്തും ഈ എക്കണോമിക് സർവേ ഇങ്ങനെ തന്നെയാണോ പോയിരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇത് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ ചീഫ് ഇക്കോണമിക് അഡ്വൈസർ. ഇപ്പോൾ ആരാണ് ചീഫ് എക്കോണമിക് അഡ്വൈസർ? വി അനന്ത നാഗേശ്വരൻ. യു ക്യാൻ സീ ഹിം ഹിയർ. ക്ലിയർ? അപ്പോൾ ഇദ്ദേഹത്തെ ഇതിന് ഗൈഡ് ചെയ്യുന്ന ആരാ, ഹെൽപ്പ് ചെയ്യുന്ന ആരാ? ഇക്കണോമിക് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ,
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, ദീപം, ഇത് വേണ്ടിയുള്ള ഡിസിഷൻസിനെല്ലാം വേണ്ടിയുള്ള മിനിസ്ട്രിയാണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് നമുക്ക്. അപ്പം ഇങ്ങനെ ഫിനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ തന്നെ ഒരു 6 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ഈ എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്ന ഓഫീസ് ഏതാണ്? ചീഫ് എക്കണോമിക് അഡ്വൈസർ. ഇദ്ദേഹത്തെ ഇതിനെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കോണമിക് അഫയേഴ്സ്. അതിൻ്റെ തന്നെ ഏത് ഡിവിഷനാണ് സ്റ്റുഡൻസ്? ഇക്കണോമിക് ഡിവിഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രിലിംസിൽ വരാം. ഓക്കെ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഓഫീസ് ചീഫ് എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിൻ്റെ അണ്ടറിലുള്ള ഇക്കണോമിക് ഡിവിഷനാണ് ഇദ്ദേഹത്തിന് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ലൈഡ്സിനകത്ത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു എക്കണോമിക് സർവേ ഈസ് ലൈക്ക് എ പോളിസി ഗൈഡ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ആൻഡ് സജഷൻസ് ഫോർ എക്കണോമിക് മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞു എക്കണോമിയിലെ അവസ്ഥ പറയും, അതിലെ ചാലഞ്ചസ് പറയും, അതിൽ എന്ത് ചെയ്യാമെന്നും പറയും. അപ്പോൾ അത് ഓബ്വിയസ്ലി പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റിനെ സഹായിക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഔട്ട്ലുക്ക് ഓഫ് ഇന്ത്യൻ എക്കോണമി ഇൻ പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ മാത്രമല്ല അതിന് മുമ്പുള്ള കാര്യങ്ങളും പരാമർശിക്കപ്പെടുമെന്നുള്ളതുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ഇക്കണോമിക് സർവേ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്ത് 1951 ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇക്കണോമിക് സർവേ ഇറ്റ് ഇസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ ഗവൺമെൻറ്. ഈ ഇക്കണോമിക് സർവേ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കമെൻഡേഷൻ, എക്കണോമിക് സർവേയിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗവൺമെൻറ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതുകൂടെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം 1951 ഇത് പ്രസൻറ്റഡ് ആയി. പിന്നെ 64 വരെ ഇത് ബഡ്ജറ്റിനോടൊപ്പം തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. 64 ശേഷമാണ് ബഡ്ജറ്റും എക്കണോമിക് സർവേയും ഡീലിങ്ഡ് ആയത്. അതിന് മുമ്പ് ഇത് ഒരുമിച്ചായിരുന്നു പ്രസൻറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അത് ഡീലിങ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ആർ ക്ലിയർ വിത്ത് ഇറ്റ്. ഇനി ഒരു കാലം വരെ ഇക്കണോമിക് സർവേക്ക് 2 വോളിയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിപ്പോൾ എന്തായി മാറി? പിന്നീട് 1 വോളിയമായി. ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അത് 2 വോളിയമായി മാറാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ചീഫ് ഇക്കണോമിക് അഫയേഴ്സിനെ പറ്റി കുറച്ച് കാര്യം, ചീഫ് എക്കണോമിക് അഡ്വൈസറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. പക്ഷേ മനസ്സിലാക്കണം, ഹീ ഈസ് ദ എക്സ് ഒഫീഷ്യോ കാഡർ കൺട്രോളിങ് അതോറിറ്റി ഓഫ് ഇന്ത്യൻ എക്കണോമിക് സർവീസ്. ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിക് സർവീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ CEA ആണ്, അല്ലെങ്കിൽ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ആണെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രിലിംസ്. ഇനിയും ഞാൻ പറഞ്ഞു CEAയുടെ മെയിൻ ഫംഗ്ഷൻ, ചീഫ് എക്കണോമിക് അഡ്വൈസറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ടു പ്രൊഡ്യൂസ് ഇക്കണോമിക് സർവേ. ക്ലിയർ? ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. 2018 വന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എക്കണോമിക് സർവേയിൽ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽസിനെ പറ്റിയ ചോദ്യം. ഇതൊരു ട്രെൻഡ് അനാലിസിസ് ആണ്, ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ട്രെൻഡ്. അതുപോലെ ഡേറ്റയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറയുകയാണ്. അപ്പോൾ ട്രെൻഡുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് എക്കണോമിക് സർവേ. അതുപോലെ ചില ഡേറ്റ പോയിൻറ്റേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ 2019 വന്നത്. അഗെയിൻ ഇതൊരു ഡേറ്റയാണ്. ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് 2019 തന്നെ ഒരു ചോദ്യം കൂടെ വന്നു. എമോങ് ദ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ഇമ്പോർട്ടഡ് ബൈ ഇന്ത്യ വിച്ച് വൺ ഇസ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് ഫോർ ഹയസ്റ്റ് ഇമ്പോർട്ട് ഇൻ ടേംസ് ഓഫ് വാല്യൂ ഇൻ ദ ലാസ്റ്റ് 5 ഇയേഴ്സ്. അപ്പം അഗെയിൻ ട്രെൻഡ് പ്ലസ് ഡേറ്റ, ട്രെൻഡ് പ്ലസ് ഡേറ്റ ഇസ് ദ തിങ്. ഇപ്പോൾ എക്കണോമിക് സർവേയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ എക്കണോമിക് സർവേയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ പഠിക്കേണ്ടതെന്ന്. ഇതുപോലെ ട്രെൻഡ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ വരാം, ഡേറ്റ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസും വരാം. അതുപോലെ ഇതുപോലുള്ള ഡേറ്റകൾ നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം? നിങ്ങളുടെ മെയിൻസിൻ്റെ ആൻസറിൽ നിങ്ങളുടെ ഏതെങ്കിലും പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഇക്കണോമിക് സർവേയിലെ ഡേറ്റ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഇതാണ് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡേറ്റ. ദിസ് ഇസ് ദ മോസ്റ്റ് ഒത്തൻറ്റിക് ഡേറ്റ യു കുഡ് ഗെറ്റ്. കാരണം ഇത് ഗവൺമെൻറ് ഡേറ്റയാണ്. നിങ്ങൾക്ക് എവിടെ കോട്ട് ചെയ്താലും നിങ്ങൾക്കൊരു എഡ്ജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ആൻസർ എഴുതുന്നതിനെക്കാട്ടി നല്ലത് നല്ല എവിഡൻസ് കൊണ്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ്. സോ ദിസ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു പീപ്പിൾ. പിന്നെ ഇക്കണോമിക് സർവേയുടെ ഓരോ ചാപ്റ്ററിൻ്റെ എൻഡിൽ ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ റിമാർക്ക് കാണും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനൊരു റെക്കമെൻഡേഷൻ കാണും. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനും നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൽ ഉപയോഗിക്കാം, നമ്മുടെ ആൻസറിൻ്റെ കൺക്ലൂഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. പിന്നെ എക്കണോമിക് സർവേയിൽ ചില ബോക്സസ് വരും, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇക്കണോമിക് സർവേയുടെ റിലവൻസ് വരുന്നത്. ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയേ. സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി, മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റ്, എക്സ്റ്റേണൽ സെക്ടർ, പ്രൈസ് ആൻഡ് ഇൻഫ്ലേഷൻ, മീഡിയം ടേം ഔട്ട്ലുക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത് നമ്മൾ ഇക്കോണമിയുടെ സിലബസ് നോക്കിയാൽ പ്രിലിംസിലും മെയിൻസിലും ഒക്കെ വരുന്ന ടോപ്പിക്കുകളാണ്. അഗ്രികൾച്ചറൊക്കെ നമുക്കറിയാം മെയിൻസിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ തരുന്ന ഏരിയയാണ്. ഇൻഡസ്ട്രി, സർവീസസ്, ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് എക്കോണമി ആയിട്ട് റിലേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് ഇക്കോളജി ആയിട്ടും റിലേറ്റ് ചെയ്യാം. സോഷ്യൽ സെക്ടർ അഗെയിൻ GS 1 ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രതിഫലനം കാണാം. എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ലേബർ ഇൻ AI,
ലേബർ ഇൻ എ ഐ നിങ്ങൾക്ക് ഇക്കോണമിയിലും കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ഒക്കെ എ ഐയുടെ ഒരു ക്വസ്റ്റ്യൻ വരാം ഇക്കോണമിയിൽ. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്കിൻ്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലും വരാം. ക്ലിയർ? അല്ലെങ്കിൽ ഇത് എത്തിക്കൽ പാർട്ടിലും വരാം, എത്തിക്സിൻ്റെ പാർട്ടിലും വരാം. അപ്പോൾ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു പീപ്പിൾ. അപ്പോൾ നമ്മൾ സമയം കളയാതെ വി വിൽ ഗോ ടു ദ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് സർവേയുടെ ഓവറോൾ ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ് നമുക്ക് തരുന്നത്. ബാക്കി ചാപ്റ്ററുകൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിരിക്കും തരുന്നത്. അപ്പം ഞാൻ ഇവിടെ പറയുന്നത് വളരെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓരോ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വി വിൽ ഗോ ഇൻ ടു മച്ച് മോർ ഡീറ്റെയിൽസ്. ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ഐ ഹോപ്പ് ദി തിങ്സ് ആർ ക്ലിയർ വിത്ത് യു. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 3യിൽ 3 സെഗ്മെൻ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ഗ്ലോബൽ ഇക്കണോമിക് ഓവർവ്യൂ എടുക്കും. ഗ്ലോബൽ എക്കോണമിയിൽ എന്തൊക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമിയിലെ മാക്രോ എക്കോണമിക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് പബ്ലിക് ഫിനാൻസും മാർക്കറ്റ് സിനാരിയോയും ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കും. ത്രീ പാർട്സ് ആയിട്ടാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ നമ്മൾ ഡിവൈഡ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ നമുക്കൊരു ഓവർവ്യൂ ആണ് തരുന്നത് എൻറ്റയർ ഇക്കണോമിക് സർവേയുടെ. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് ഗ്ലോബൽ ഇക്കോണമിക് ഓവർവ്യൂ നോക്കാം. അപ്പോൾ നമുക്കറിയാം ഗ്ലോബൽ ഒരു സിനാരിയോ നോക്കിയാൽ, ജിയോ പൊളിറ്റിക്കലി നിങ്ങൾ നോക്കിയാൽ അത്രയ്ക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സമയമല്ല. ദർ ആർ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വിച്ച് ആർ ഗോയിങ് ഓൺ, ദർ ആർ ഓൺ ഗോയിങ് കോൺഫ്ലിക്ട്സ്, ഗ്ലോബൽ ട്രേഡ് റിസ്ക്സ് ആർ ദർ. ഈ ചാലഞ്ചുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നമുക്കറിയാം. റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ നടക്കുന്നുണ്ട്. സൈബർ അറ്റാക്സ് ഈ ഇടയ്ക്ക് വളരെ കൂടുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ചൈനീസ് ഹാക്കേഴ്സൊക്കെ അമേരിക്കൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് കാണും. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂ. പിന്നെ ചിലടത്ത് ഇൻഫ്ലേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം ഞാൻ അടുത്ത സ്ലൈഡുകളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എന്ത് പറഞ്ഞാലും ഗ്ലോബൽ ഇക്കണോമി എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഗ്ലോബൽ ഇക്കണോമിക് ഗ്രോത്ത് ഹാസ് റിമെയിൻ ഫെയർലി മോഡറേറ്റ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗ്ലോബൽ ഇക്കണോമിക് ഗ്രോത്ത് പിടിച്ചു നിന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് സഫേർഡ് എ ബിറ്റ് ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഏബിൾ ടു ബി ഇൻ എ ഫെയർലി മോഡറേറ്റ് സ്റ്റേജ്. ഓക്കെ, അതുപോലെ ഇനി അടുത്ത് നമുക്ക് പോവാം. ഇതിൻ്റെ കുറച്ച് ഡേറ്റയാണ്. IMF പ്രൊജക്ഷൻ അക്കോർഡിംഗ് ടു ഇറ്റ്സ് വേൾഡ് ഇക്കണോമിക് റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളൊരു പ്രിലിംസിൻ്റെ പോയിൻറ്റേഴ്സ് ഉണ്ട്. IMFൻ്റെ അല്ലെങ്കിൽ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് ഇതാരാണ് പബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് ഇക്കോണമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട്. ദിസ് ഇസ് പബ്ലിഷ്ഡ് ബൈ യുവർ IMF. അത് ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതനുസരിച്ച് ഗ്ലോബൽ എക്കോണമിയുടെ ഗ്രോത്ത് നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് അറൗണ്ട് 3.2% ഇൻ 2024. 25ൽ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി 3.3%. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേറൊരു കോൺസെപ്റ്റ് കൂടെ ഞാൻ പറയാം. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2025 എന്ന് നിങ്ങൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്റ്റുഡൻസ്? ഇറ്റ് ഈസ് 24-25. അത് ഓർത്തിരിക്കണം. ഫിനാൻഷ്യൽ ഇയർ 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2025-26. ഓക്കെ, FY ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. അത് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഡേറ്റ്സ് എങ്ങനെയാണ്, മന്ത്സ് എങ്ങനെയാണ് വരുന്നതെന്ന്. ജാൻ ടു ഡിസംബർ അല്ല ഫിനാൻഷ്യൽ ഇയർ. നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ? മാർച്ച് ഏപ്രിൽ കണക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 25 എൻഡ് ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൂടെ പഠിച്ചു വയ്ക്കണം. അറിയാത്ത കുട്ടികൾ നിങ്ങളുടെ ബേസിക്സ് ഒന്ന് സ്ട്രോങ് ആക്കണം. അതിൻ്റെ ഒരു ഹിൻറ്റ് ഞാൻ തന്നു എന്നേ ഉള്ളൂ. ഇനി സ്റ്റാറ്റസ് ഓഫ് മേജർ എക്കോണമീസ് നോക്കിക്കഴിഞ്ഞാൽ US ഇസ് എക്സ്പെക്റ്റഡ് ടു റിമെയിൻ സ്ട്രോങ് അറ്റ് 2.8% ഇൻ 2024, എക്സെപ്റ്റ് ടു ബി മോർ മോഡറേറ്റ് ഇൻ 2025. ഇപ്പോൾ US-ൻ്റെ ഗ്രോത്ത് റേറ്റ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്? യൂറോപ്യൻ എക്കോണമീസ് കുറച്ച് സ്ലോവർ സൈഡിലായിരുന്നു. 0.4% ഇൻ 2023 ആൻഡ് 0.8% ഇൻ 2024. എക്സ്പെക്റ്റഡ് ടു ഗ്രോ 1% ഇൻ 2025. കാരണം നമുക്ക് 2025ൻ്റെ മൊത്തത്തിലുള്ള ഡേറ്റ കിട്ടിയിട്ടില്ല. കാരണം വി ആർ സ്റ്റിൽ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 25. ഓക്കെ, ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡേറ്റ കമ്പൈൽഡ് ആവും. അപ്പം ഈ കഴിഞ്ഞ വർഷത്തെ എൻറ്റയർലി നോക്കിക്കഴിഞ്ഞാൽ 1% ആയിരിക്കണം എന്ത് വേൾഡ് ഇക്കോണമിയുടെ ഗ്രോത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇയർ നമ്മൾ കണക്കാക്കുമ്പോൾ FY26 അതിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, യൂറോപ്സ് എക്കോണമിക് റിക്കവറി ഹാസ് ബീൻ സ്ലോ വിത്ത് മാനുഫാക്ചറിംഗ് ഇൻറ്റൻസീവ് എക്കണോമിക്സ് ലൈക്ക് ജർമ്മനി ആൻഡ് ഓസ്ട്രിയ സ്ട്രഗ്ലിംഗ്, വേറെ സർവീസ് ഡ്രിവൺ എക്കണോമിക്സ് ലൈക്ക് സ്പെയിൻ ആൻഡ് ഫ്രാൻസ് പെർഫോം ബെറ്റർ. നിങ്ങൾ ഇവിടെ ഒരു ഇൻഡിക്കേഷനൂടെ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ. അടുത്ത സ്ലൈഡുകളിൽ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് മാനുഫാക്ചറിങ് സെക്ടറിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ പണി കിട്ടാറ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ സർവീസ് സെക്ടർ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ കോവിഡ് ടൈമിലൊക്കെ സർവീസ് സെക്ടറിന് വളരെ വലിയ അടി കിട്ടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഓക്കെ,
ക്ലിയർ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മൾ ഒരു ഡേറ്റ പോയിന്ററാണ് നോക്കുന്നത്. വേൾഡ് എക്കണോമീസും അഡ്വാൻസ്ഡ് എക്കണോമിയും അല്ലെങ്കിൽ പിന്നെ എമർജിങ് മാർക്കറ്റ് ആൻഡ് ഡെവലപ്പിംഗ് എക്കണോമീസ് എങ്ങനെ പെർഫോം ചെയ്തു. ഇത് ഓവറോൾ വേൾഡ് എക്കോണമിയുടെ പെർഫോമൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 23-ൽ ഇത് 3.3യും 24-ൽ അത് 3.2യും 25-ൽ അത് 3.3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്വേർഡ് ട്രാജക്ടറിയാണ്, വലിയ കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് ഡിപ്പായി പിന്നെയും കയറിയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് എക്കണോമികൾക്ക് നമുക്കൊരു സ്ലൈറ്റ് ഗ്രോത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതേസമയം എമർജിങ് ആൻഡ് ഡെവലപ്പിംഗ് എക്കണോമി, നമ്മുടെ എക്കോണമി പോലുള്ള എക്കണോമികൾക്ക് ചെറിയൊരു ഡിപ്പ് ഇവിടെ കാണുന്നു. എന്നിട്ട് ഇതൊരു 4.2ലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്വേർഡ് ട്രാജക്ടറി കുറച്ച് പിടിച്ചിരിക്കുന്നത് ഈ അഡ്വാൻസ്ഡ് എക്കോണമികളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ എമർജിങ് എക്കണോമീസിൻ്റെ ഒരു ആവറേജ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് ഈസ് അബോവ് 4. നമ്മുടെ ആവറേജ് 4-ൽ മേളിലാണ്. ഈ പറയുന്ന അഡ്വാൻസ്ഡ് എക്കോണമിയുടെ ഒക്കെ നോക്കിയാൽ ഇത് 1.7-ഉം 1.9 ഒക്കെയാണ്. അമേരിക്ക തന്നെ 2.8 സംതിങ്ങേ ഉള്ളൂ. അപ്പം നമ്മളല്ലേ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് തോന്നും. എമർജിങ് എക്കണോമിക്സ് അല്ലേ സാറേ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്, മറ്റേവരെന്താ 1.9 ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അമേരിക്ക ആണെങ്കിൽ പോലും 3യുടെ താഴെയാണ്. പക്ഷേ ഇതിവിടാണ് ഒരു കോൺസെപ്റ്റ് വരുന്നത്, ബേസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ശ്രമിക്കാൻ ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അതായത് ഈ പറയുന്ന അഡ്വാൻസ്ഡ് എക്കോണമീസ് ഒത്തിരി അധികം ഓൾറെഡി വളർന്നു കഴിഞ്ഞു. അവരുടെ GDP നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം നോക്കണം. GDPയെക്കാട്ടി നമ്മൾ ഇമ്പോർട്ടൻസ് കൽപ്പിക്കേണ്ടത് പലപ്പോഴും പെർ ക്യാപിറ്റ ഇൻകം ആണ്. ഓരോ ആൾക്കാരുടെ കയ്യിൽ എന്തോരം പൈസയുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഡ്വാൻസ് എക്കോണമികളൊക്കെ ഓൾറെഡി ഒത്തിരി വളർന്നു, അവരുടെ ബേസ് ഓൾറെഡി വലുതാണ്. അപ്പോൾ ഒത്തിരി വളർന്ന ആൾക്ക് ഇനി ഇച്ചിരി കൂടെ വളരാനേ സ്കോപ്പുള്ളൂ, അല്ലെങ്കിൽ പാടാണ് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് പിന്നെ വളരാൻ. ഓക്കെ, പിന്നെ ഗ്രോത്ത് റേറ്റ് കുറയും. അതുകൊണ്ടാണ് അവരുടെ വളർച്ച നമ്മൾ 1.9-ഉം 2 വെച്ചാലും അവരുടെ വളർച്ച കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ബേസ് ഈ എമർജിങ് എക്കണോമീസ് അല്ലെങ്കിൽ എമർജിങ് എക്കോണമീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എക്കണോമീസിൻ്റെ ബേസ് നിങ്ങൾ നോക്കിയാൽ അവരുടെ ബേസ് തന്നെ എന്താണ് സ്റ്റുഡൻസ്, ബേസ് ചെറുതാണ്. അപ്പോൾ അവർക്ക് വളരാൻ ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് 4 ഒന്നും പോരാ. അതായത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് 4 എന്ന് പറഞ്ഞ ഗ്രോത്ത് ഒന്നും പോരാ, അല്ലെങ്കിൽ 6 എന്ന് പറഞ്ഞ ഗ്രോത്ത് ഒന്നും പോരാ. നമ്മളിപ്പോൾ 6.4-ഉം 6.8 എന്നൊക്കെയാണ് നമ്മുടെ ഡേറ്റ പറയുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ളൊരു എക്കോണമി വളരണമെങ്കിൽ നമുക്ക് 8% ഗ്രോത്ത് എങ്കിലും വേണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ 2047 ആകുമ്പോൾ എന്താവുള്ളൂ സ്റ്റുഡൻസ്, വികസിത് ഭാരത് ആവുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 6 റേഞ്ചും പോരാ. വി നീഡ് ടു ഗ്രോ അറ്റ് അറൗണ്ട് 8. ചില എക്കണോമിസ്റ്റുകൾ പറയുന്നു 10-ൽ ഗ്രോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വലിയ അഡ്വാൻസ്ഡ് എക്കണോമീസ് ഓൾറെഡി അവർ ഒരു ലെവലിലെത്തി, അവർ സ്റ്റാഗ്നേറ്റഡ് ആയി. അതുകൊണ്ടാണ് അവരുടെ ബേസ് വലുതായതുകൊണ്ടാണ് അവർ 2%, 1% ഒക്കെ വളരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഓരോ ശതമാനത്തിനും വാല്യൂ കൂടുതലാണ്. ഓക്കെ, നമ്മുടെ ബേസ് ചെറുതാണ്, നമുക്കിനി ഒത്തിരി വളരാനുണ്ട്. നമ്മുടെ GDP ഇപ്പോഴാണ് വലുതായി വന്നത്, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. അപ്പോൾ നമുക്കിനി സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ബേസ് എഫക്റ്റ് കാരണമാണ് ഈ ഡിഫറൻസ് വരുന്നത്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അവർ 2% വളരുന്നതും നമ്മൾ 4% വളരുന്നതും ഒരുപോലെയൊക്കെ ഉള്ളൂ. ഓക്കെ, യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി സെക്ടോറൽ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. ഓരോ സെക്ടറുകളുടെ പെർഫോമൻസ് ഗ്ലോബൽ ലെവലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ഇവരിവിടെ ഒരു ഇൻഡെക്സ് തന്നിട്ടുണ്ട്, പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ്. എന്താണ് ഈ പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഈ പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സംഭവം റിയൽ ഡേറ്റ അല്ല, ഇതൊരു എക്സ്പെക്റ്റേഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെക്റ്റേഷൻ ബേസ്ഡ് ഇൻഡെക്സ്. ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് ഒരു ക്രൂഡ് വേയിൽ ഞാൻ പറഞ്ഞുതരാം. പർച്ചേസിങ് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സർവീസ് വർക്ക് ചെയ്യുന്നവരോ ആൾക്കാരോടെ, അതിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസിനോടെ അല്ലെങ്കിൽ സ്റ്റാഫിനോടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ സ്റ്റാഫുകളുടെ ഉത്തരവനുസരിച്ചിട്ടാണ് ഈ ഒരു സർവേ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസത്തെക്കാട്ടി ഈ മാസം പ്രൊഡക്ഷൻ കൂടാൻ സാധ്യതയുണ്ടോ, സർവീസ് കൂടുതൽ ബൂം ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും ഇത്. ഓക്കെ, ഇവരിപ്പോൾ ഒരു പർച്ചേസിങ് മാനേജറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കത്തുക. ഇവരൊരു പർച്ചേസ് മാനേജറിനോട് ചെന്ന് ചോദിക്കും, പുതിയ ഓർഡറുകൾ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം എങ്ങനെയുണ്ട്, ഇൻവെൻട്രി ലെവൽ കഴിഞ്ഞ മാസം അപേക്ഷിച്ച് അടുത്ത മാസത്തിൽ അല്ലെങ്കിൽ ഈ മാസം എങ്ങനെയുണ്ട്, പ്രൊഡക്ഷൻ കഴിഞ്ഞ മാസം അപേക്ഷിച്ച് ഈ മാസം എങ്ങനെയുണ്ട്, സപ്ലൈ ഡെലിവറി കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എൻവയോൺമെൻറ്റ് കഴിഞ്ഞ മാസം എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ്. ഈ ഉത്തരങ്ങൾ അനുസരിച്ചിട്ടാണ് ഇവർ PMI ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ പെർസെപ്ഷൻ ബേസ്ഡ് ഇൻഡെക്സ്. കഴിഞ്ഞ മാസത്തെക്കാട്ടി ഈ മാസം അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ പെർഫോമൻസ് ഈ സെക്ടറുകളുടെ കൂടുകയോ ഇല്ലയോ അത് മനസ്സിലാക്കാൻ ഇവർ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവർ ബേസിക്കലി ഇൻ്റർവ്യൂ ചെയ്യുന്നത് പർച്ചേസിങ് മാനേജേഴ്സിനെ അല്ലെങ്കിൽ സർവീസിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ ആയിരിക്കും. ക്ലിയർ?
So it is a survey based measure that asks respondents about changes in their perception about the key business variables as compared with previous month. കഴിഞ്ഞ മാസത്തെക്കാട്ടി കൂടുതൽ ഈ ഇൻഡിക്കേറ്റേഴ്സ് ബെറ്റർ ആയിട്ടുണ്ടോ മോശമായിട്ടുണ്ടോ അതനുസരിച്ചിട്ടാണ് ഈ സർവേയുടെ റിപ്പോർട്ട് വരുന്നത്. ക്ലിയർ അണ്ടർസ്റ്റുഡ്? അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് വരുന്നത്. ക്ലിയർ? ഈ ഇൻഡെക്സിൻ്റെ ഫൈനാലിറ്റി കൺക്ലൂഡഡ് ആവുന്നത്. സോ ദിസ് ഇസ് കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ഫോർ യുവർ മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, PMI ഇൻഡെക്സ് സർവീസസിന് സെപ്പറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിന് സെപ്പറേറ്റ് ഉണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൽ ചെയ്ത് നമുക്കൊരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ടും കൂടെ കമ്പൈൽ ചെയ്തൊരു കോമ്പോസിറ്റ് ഇൻഡെക്സ് നമുക്കുണ്ട്. ക്ലിയർ? അപ്പോൾ കഴിഞ്ഞ മാസത്തേക്ക് അടുത്ത മാസം ബെറ്റർ ആവും എന്നുള്ളതാണ് നിർണ്ണയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇനി PMI ഒരു നമ്പർ ബേസ്ഡ് സിസ്റ്റം കൂടെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് PMI അനുസരിച്ച് ഇപ്പം നിങ്ങളുടെ PMI സ്കോർ 50 ആണെന്ന് വെച്ചോ. 50 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ മാസത്തേക്കാട്ടി അടുത്ത മാസം വലിയ വ്യത്യാസമൊന്നും വരില്ല, നോ ചേഞ്ച്. ഇനി നിങ്ങളുടെ PMI സ്കോർ 50 എബോവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ്പാൻഷൻ, കഴിഞ്ഞ മാസത്തേക്കാട്ടി കൂടുതൽ സർവീസോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങോ ബെറ്റർ ആവും. ഇനി 50 താഴെയാണ് നിങ്ങളുടെ PMI എങ്കിൽ ഇറ്റ് ഷോസ് കോൺട്രാക്ഷൻ, കഴിഞ്ഞ മാസത്തേക്കാട്ടി ഈ മാസം പെർഫോമൻസ് വേഴ്സ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തേക്കാട്ടി പെർഫോമൻസ് ലോ ആയിരിക്കും. ക്ലിയർ? ഇതുകൂടെ നിങ്ങൾ പ്രിലിംസിന് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ PMI ആരാ റിലീസ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കി വെക്കണം. അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഇത് S&P ആണോ റിലീസ് ചെയ്യുന്നത്, അതോ നിക്കേ ഇന്ത്യ ആണോ റിലീസ് ചെയ്യുന്നത്, അതോ അല്ലെങ്കിൽ HSBC ആണോ റിലീസ് ചെയ്യുന്നത്, ഒന്ന് നോക്കിക്കോളാം. ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. ഇനി PMIയുടെ വേൾഡ് ലെവൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PMI ഡിസംബറിൽ നിങ്ങൾ നോക്കിയാൽ 50 താഴെയാണ് നമ്മുടെ എന്താ പറയുക മാനുഫാക്ചറിങ് PMI നിങ്ങൾ നോക്കിയാൽ. മാനുഫാക്ചറിങ് PMI 50 താഴെയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അടി കിട്ടിയിരിക്കുന്നത് എല്ലായിടത്തും മിക്കവാറും മാർക്കറ്റ് ഈ പറയുന്ന മാനുഫാക്ചറിങ് ആണ്. ഓക്കെ, സർവീസസ് PMI ഏകദേശം ഒരു 54 തൊടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഇസ് ഹിയർ. ഓക്കെ, അപ്പോൾ സർവീസ് PMI റിലേറ്റീവ്ലി ബെറ്റർ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ നോക്കേണ്ടത് ഓവറോൾ PMI. ഓവറോൾ PMI 50 എബോവ് ഉണ്ട്, ഏകദേശം ഒരു 53 ഓളം സംതിങ് വരുന്നുണ്ടാവും, 52 ഓളം വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രെൻഡ് എന്താ? സർവീസ് PMI കുഴപ്പമില്ല. ഓക്കെ, കോമ്പോസിറ്റ് PMI നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് വേണ്ട ലെവലിന് കുറച്ച് മുകളിൽ നിൽപ്പുണ്ട്. മാനുഫാക്ചറിങ് PMIക്കാണ് കുറച്ച് ഇടിവ് പറ്റിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്ന് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കി വെക്കുക. കാണാതൊന്നും പഠിക്കേണ്ട കാര്യങ്ങളില്ല. ഓക്കെ, ഇനി PMI മാനുഫാക്ചറിങ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് എക്കോണമികളുടെ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എക്കോണമികളുടെ ഒരു ആവറേജ് നോക്കിയാൽ നമുക്ക് അത്രയ്ക്ക് ഒരു സന്തുഷ്ടപരമായ അവസ്ഥയല്ല. ഇവർ 50 താഴെയാണ് ടോട്ടലി കിടക്കുന്നത്. ക്ലിയർ? എല്ലാവരുടെയും ഡിപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഇവിടെ നല്ല ഡിപ്പ് എല്ലാവർക്കും വരുന്നു നമുക്ക് കാണാം. ചിലർ റിവൈവ് ചെയ്തിട്ടുണ്ട് കാനഡ പോലെ. പക്ഷേ നിങ്ങൾ UK നോക്കിയാലും അത് PMIയിൽ മാനുഫാക്ചറിങ്ങിൽ 50 താഴെയാണ്, അതായത് കോൺട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ജപ്പാനും ജസ്റ്റ് 50 കഷ്ടിച്ചേ ഉള്ളൂ. ഈ ഡേറ്റ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ട്രെൻഡ് മനസ്സിലാക്കിയാൽ മതി. അതേസമയം നമ്മുടെ എമർജിങ് മാർക്കറ്റ് എക്കോണമീസ് നോക്കിയാൽ ഇവരുടെ PMI മാനുഫാക്ചറിങ് PMI നോക്കിയാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ബെറ്റർ. ഓക്കെ, ഈ പറയുന്ന അഡ്വാൻസ്ഡ് എക്കോണമിയുടെ PMIയെ കാട്ടി നമ്മുടെ PMI ആണ് മാനുഫാക്ചറിങ് ബെറ്റർ. അതിൽ തന്നെ ഇന്ത്യയുടെ PMI മാനുഫാക്ചറിങ് വലിയ കുഴപ്പമില്ല, വി ആർ അറൗണ്ട് 56, 57. ഓക്കെ, അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് കുഴപ്പമില്ല കമ്പയർഡ് ടു വേൾഡ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചത് ഗ്ലോബൽ PMIയുടെ അവസ്ഥയും ഇവിടെ കാണിക്കുന്നത് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എക്കോണമികളുടെ മാനുഫാക്ചറിങ് PMI ആണ്. ഇത് ഓവറോൾ രണ്ട് PMIയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മാനുഫാക്ചറിങ് PMIയുടെ ട്രെൻഡിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം മാനുഫാക്ചറിങ്ങിൽ അഡ്വാൻസ്ഡ് എക്കോണമികളെക്കാട്ടി ബെറ്റർ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ഡിപ്പായിട്ടില്ല, അവരുടെ ആക്ടിവിറ്റി കുറച്ച് ഡിപ്പായിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ ജനറൽ സെൻസ് നോക്കിയാൽ മൊത്തത്തിൽ സർവീസ് മാനുഫാക്ചറിങ് എടുത്താലോ മാനുഫാക്ചറിങ്ങിനാണ് അടി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ ഇൻഫ്ലേഷൻ നിങ്ങൾ നോക്കിയാൽ, പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റമൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇത് ഒരിടയ്ക്ക് വളരെ കൂടിയിരുന്നു, ഇൻഫ്ലേഷൻ വളരെയധികം കൂടിയിരുന്നു. പിന്നെ പല സെൻട്രൽ ബാങ്കുകളുടെയും മോണിറ്ററി പോളിസി ടൂൾസ് ഉപയോഗിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലേഷനെ അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെന്താ ചെയ്തത്, മിക്കവരും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ആൾക്കാരുടെ കയ്യിലും ബിസിനസ്സുകളുടെയും പൈസ ഉണ്ടാവില്ല, സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ മോണിറ്ററി പോളിസി ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലേഷനെ കുറേയൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ക്ലിയർ? ദേ ഹാവ് ബീൻ ഏബിൾ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ടു എ സർട്ടൻ ലെവൽ. ഈ ഇൻഫ്ലേഷൻ ഈ ഇടയ്ക്ക് കൂടാനുള്ള കാരണം കൂടെ നിങ്ങൾ അറിയണമല്ലോ. വൈ ദിസ് ഇൻഫ്ലേഷൻ ഇസ് ഓൺ എ ഹൈ? കാരണം റെഡ് സീയിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ സ്റ്റുഡൻസ്? ഇവിടെ നമ്മൾ ഈ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ നടന്നപ്പോൾ ഇവിടുത്തെ ട്രാവൽ, ഈ യമനിൽ ആരാ ഉള്ള സ്റ്റുഡൻസ്, ഹൂതീസ് ഉണ്ട്. അപ്പോൾ ഈ വഴി വരുന്ന
ചരക്ക് കപ്പലുകളെ അല്ലെങ്കിൽ കണ്ടെയ്നർ ഷിപ്പുകളെ ഹൂതീസ് അറ്റാക്ക് ചെയ്തിരുന്നു. അത് കാരണം എന്ത് പറ്റി? ചരക്ക് ഗതാഗതത്തിന് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇവർക്ക് പലപ്പോഴും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയൊക്കെ തിരിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രാവൽ കോസ്റ്റുകൾ കൂട്ടും. ഓക്കെ, സോ ഓബ്വിയസ്ലി ഇൻഫ്ലേഷൻ കൂടും. അതുപോലെ പനാമ കനാൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ലൊക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയുടെ ഈ ഒരു പോയിന്റിലാണ് കാണുന്നത്. പനാമ കനാലിലെ ഗതാഗതവും ഡിലേയ്സും ചരക്ക് ഗതാഗതത്തിന് ഡിലേ സംഭവിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ഷിപ്പുകൾക്കും എവിടെയെങ്കിലും ഒരു കനാലിൽ ഡോക്ക് ചെയ്യണമെങ്കിൽ വാട്ടർ ലെവൽ വേണം, വെള്ളത്തിൻ്റെ ലെവൽ വേണം കുറച്ച് അധികം. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പുകൾക്ക് ഈ പറയുന്ന കനാലുകളിലൊന്നും കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ഈ പനാമ കനാലിൽ ഇവർ വെള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് കുറേ ആർട്ടിഫിഷ്യൽ ലേക്കുകൾ വഴിയാണ് ഇവർ വെള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഗറ്റൂൺ ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക്, നിങ്ങൾ പ്രിലിംസിന് പഠിച്ചു വെക്കണം, ലേക്ക് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ വെള്ളം ഒത്തിരി അധികം കുറഞ്ഞു പോയി. അപ്പോൾ പനാമ കനാലിലും ട്രേഡ് ഡിസ്ട്രപ്ഷൻ നടന്നിട്ടുണ്ട്, റെഡ് സീയിലും നടന്നിട്ടുണ്ട്, ഡിലേയും ഡിസ്ട്രപ്ഷനും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം ഓബ്വിയസ്ലി എന്ത് പറ്റും? ചരക്ക് ഗതാഗതത്തിന് പ്രശ്നം വരുമ്പോഴത്തേക്ക് ഓവറോൾ ഇൻഫ്ലേഷൻ കൂടും. ദിസ് ലെഡ് ടു ഇൻക്രീസ് ഇൻ കമ്മോഡിറ്റി പ്രൈസസ് എക്സ്പെഷ്യലി ക്രൂഡ് ഓയിൽ. ശ്രദ്ധിക്കുക, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നത്തിന് വില കൂടിയാൽ എല്ലാത്തിൻ്റെയും വില കൂടും. കാരണം ഒരു ഗുഡ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ഇറ്റ് ഈസ് ടു ട്രാൻസ്പോർട്ടേഷൻ എന്ത് വേണം? ഓയിൽ വേണം. അപ്പോൾ ഓയിലിന് വില കൂടിക്കഴിഞ്ഞാൽ എല്ലാ ഗുഡ്സിനും വില കൂടും. ഓക്കെ, അപ്പം നമ്മൾ June 24 കഴിഞ്ഞ് വി ഹാവ് സീൻ ദ ഇൻഫ്ലേഷൻ റൈറ്റ്സ്. പക്ഷേ അതിനെയൊക്കെ ഈ സെൻട്രൽ ബാങ്കുകളുടെ ഒരു പ്രവർത്തനം മൂലം, അവരുടെ സ്റ്റെപ്സ് മൂലം കുറേയൊക്കെ ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഗ്ലോബൽ ഇൻഫ്ലേഷൻ നിങ്ങൾ നോക്കിക്കേ. ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഇടയ്ക്ക് വളരെയധികം കയറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എക്കോണമികളുടെ ഇൻഫ്ലേഷൻ ഒരിടയ്ക്ക് വളരെയധികം കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ അവരുടെ ഇൻഫ്ലേഷനെ ഏകദേശം ഒരു 2-3 ഒക്കെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു 2% തന്നെ അവർക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ? ഐ വിൽ ഷോ യു ഹിയർ. വെയിറ്റ്, ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഗ്ലോബൽ ഇൻഫ്ലേഷനൊക്കെ അവരൊരു 2-3, അല്ലെങ്കിൽ ഗ്ലോബൽ അല്ല, അഡ്വാൻസ്ഡ് എക്കണോമികളുടെ ഇൻഫ്ലേഷനെ അവർക്ക് ഒരു 2-3 അവിടെ അവർക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എമർജിങ് മാർക്കറ്റ്സ്, നമ്മളെ പോലുള്ള എക്കണോമികൾക്ക് ഇൻഫ്ലേഷൻ കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഓബ്വിയസ്ലി ഇന്തോനേഷ്യയ്ക്കും ചൈനയ്ക്കും ഇൻഫ്ലേഷൻ വളരെ കുറവാണ്. കാരണം ചൈന എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അവിടെ ഇൻഫ്ലേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ട്, അതുപോലെ മെക്സിക്കോയ്ക്കും ഇൻഫ്ലേഷൻ ഉണ്ട്. നമ്മുടെ ഇൻഫ്ലേഷൻ നിങ്ങൾ നോക്കിയാൽ ഒരു 4.8 അല്ലെങ്കിൽ 4.9 ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഇൻഫ്ലേഷൻ നിർത്തുന്നത്. ഓക്കെ, ഇനി ഞാൻ ജനറലിസ്റ്റിക് ആയിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും ഇത്. ഓക്കെ, സോ നിങ്ങളൊന്ന് അറ്റൻഷൻ കൊടുക്കുക ഇവിടെ. ഈ അഡ്വാൻസ്ഡ് എക്കണോമികളുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എപ്പോഴും വളരെ ചെറുതായിരിക്കും. കാരണം അവർ ഓൾറെഡി എല്ലാത്തിലും സഫീഷ്യൻ്റ് ആയി, ഇനി അവർക്ക് ഇൻഫ്ലേഷൻ വരാൻ പാടില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻഫ്ലേഷൻ ടാർഗറ്റുകൾ മിക്കവാറും ഒരു 2% ഒക്കെ ആയിരിക്കും. UK-യുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് നിങ്ങൾ നോക്കിക്കോളൂ, USA-യുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഒക്കെ നോക്കിക്കോളൂ, ഇത് മിക്കവാറും 2% ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ നോർമലി ഈ അഡ്വാൻസ്ഡ് ഇക്കണോമികളുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് വളരെ താഴെയായിരിക്കും. ഓക്കെ, അതുപോലെ 2 or 3 ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് ഇൻഫ്ലേഷൻ ഒട്ടും സഹിക്കാൻ പറ്റില്ല. അവിടെ ഇൻഫ്ലേഷൻ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ വരും, ജനങ്ങൾ വളരെയധികം റിയാക്റ്റീവ് ആവും. ഓക്കെ, ഇനി ഈ യൂറോപ്പിൽ ഇൻഫ്ലേഷൻ കൂടാനൊരു വലിയ കാരണമുണ്ട്. എന്തായിരുന്നു? റഷ്യ-ഉക്രൈൻ വാർ. ഈ യൂറോപ്പിൽ പല രാജ്യങ്ങളും അവരുടെ എനർജി റിക്വയർമെൻറ്റ് സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് എവിടെ നിന്നാണ് സ്റ്റുഡൻസ്? ഇത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ റഷ്യയുടെ കയ്യിൽ നിന്ന് യുദ്ധം കാരണം പലപ്പോഴും അവർക്ക് ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസ് പോലുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അത് അവർക്ക് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം റഷ്യയാണുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് അവരുടെ കണ്ണിൽ. ഓക്കെ, അപ്പം അവർക്ക് ഗ്യാസ് സോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി വേറെ സ്ഥലത്തുനിന്ന് സോഴ്സ് ചെയ്യേണ്ടി വന്നു. അതിന് പ്രൈസ് കൂടില്ല. അപ്പോൾ അവരുടെ എനർജി അവർ കൺസ്യൂം ചെയ്യാനുള്ള, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള പൈസ കൂടിയപ്പോൾ, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അവർക്ക് കൺസ്യൂം ചെയ്യാനുള്ള പൈസ കൂടിയപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടായി. അപ്പോൾ ഇതാണ് യൂറോപ്പിൽ ഇൻഫ്ലേഷൻ കൂടാനുള്ള ഒരു കാരണം. ഓക്കെ, പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷങ്ങളൊക്കെ അവിടെ ഹീറ്റ് വേവിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിട്ട് കളയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അഡ്വാൻസ് എക്കോണമിയിൽ ഇൻഫ്ലേഷൻ്റെ ടാർഗറ്റ് വളരെ ചെറുതായിരിക്കും. പക്ഷേ നമ്മളെ പോലുള്ള ഒരു എമർജിങ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എക്കണോമിയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ്സ് കുറച്ച് ഹയർ സൈഡായിരിക്കും. നമ്മുടെ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് അനുസരിച്ച് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ്? 4% ±2%. അതായത് 4% നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ്, RBIയുടെ ടാർഗറ്റ്. പക്ഷേ അത് 2% കൂടി 6% വരെ പോവാം, 2% വരെ കുറഞ്ഞ് അത് 2% പോയാലും കുഴപ്പമില്ല. ഇനി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ഇൻഫ്ലേഷൻ വേണം. ചെറിയ ഇൻഫ്ലേഷൻ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുക, ഇൻഫ്ലേഷൻ ഗ്രോത്ത് പാരഡോക്സ് എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഇൻഫ്ലേഷനും ഗ്രോത്തും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ, അതിനകത്തൊരു പാരഡോക്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ സിമ്പിൾ സെൻസിൽ.
ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമികളുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എപ്പോഴും ചെറുതായിരിക്കും. നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എപ്പോഴും കുറച്ച് ഹയർ സൈഡ് ആയിരിക്കും. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിനെ കുറച്ചൊക്കെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു 6% വരെ പോകാമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരു 4.8 4.9 നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ? ഇതിനെ 4-ൽ എത്തിക്കുക, കറക്റ്റ് 4-ൽ എത്തിക്കുക. അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ നമ്മൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കാട്ടി താഴോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ക്ലിയർ? ഇനി ഇൻഫ്ലേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ഇവിടെ തന്നെ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഇൻഫ്ലേഷനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണെന്നുള്ളത് അത് നമ്മുടെ ഫുഡ് ആൻഡ് ഫ്യൂവലിൽ വരുന്ന ഇൻഫ്ലേഷനാണ്. അടുത്ത സ്ലൈഡുകളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും നേരം കൊണ്ട് ഗ്ലോബൽ എക്കോണമിയുടെ അവസ്ഥ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഗ്ലോബൽ എക്കോണമി പെർഫോം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഗ്ലോബൽ സിറ്റുവേഷനുകളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇന്ത്യൻ സിനാരിയോ നോക്കണം. അപ്പോൾ ഇന്ത്യൻ സിനാരിയോ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ റിയൽ GDP ഫിനാൻഷ്യൽ ഇയർ 24-25 എങ്ങനെ ആയിരിക്കും? അതൊരു പ്രഡിക്ഷനാണ്, എസ്റ്റിമേറ്റ് ചെയ്തേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 25 കഴിഞ്ഞിട്ടില്ല. 2024-25 ഇപ്പം കഴിയും. ഓക്കെ, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ ഇയർ 25 ആണ്. അപ്പോൾ 24-25 അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 25 ഫുൾ ഡേറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളതിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രോ ചെയ്യേണ്ട പെർസെൻറ്റേജ് അല്ലെങ്കിൽ അത് 6.4 വരെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ഓക്കെ, ഇനി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 10 വർഷത്തെ GDPയുടെ ആവറേജും നമ്മുടെ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ആവറേജും എടുത്താൽ ഏകദേശം നമുക്ക് ആ ഒരു ആവറേജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഓർക്കുക, കഴിഞ്ഞ 10 വർഷത്തെ GDPയുടെ ആവറേജും നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 25-ൽ ഗ്രോ ചെയ്ത ആവറേജ് നോക്കിയാൽ ഏകദേശം അത് എന്തായിട്ടുണ്ട്? ഒരേ ലെവലിൽ നമുക്ക് കാണാം. അടുത്ത് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അത്രയും മോശമല്ല. ഓക്കെ, ക്ലിയർ? ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, 2 വർഷത്തെ ഡേറ്റ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടില്ല, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം FY21, അതായത് FY21 എന്ന് പറയുമ്പോൾ എന്താ? 2020-21. അതുപോലെ FY22 എന്ന് പറഞ്ഞാൽ 2021-22. ഇത് രണ്ടും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കോവിഡ് ഇയേഴ്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പാൻഡമിക് വന്ന വർഷങ്ങളായതുകൊണ്ട്. ക്ലിയർ? അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ GVA കൂടിയിട്ടുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയൽ നമ്മുടെ അഗ്രികൾച്ചറൽ GVA കൂടിയിട്ടുണ്ട്. ഇൻഡസ്ട്രി GVA ഇറ്റ് ഹാസ് ഓൾസോ ബീൻ ബെറ്റർ. പക്ഷേ സർവീസസിൻ്റെ GVAയുടെ ആവറേജ് അതൊന്ന് ഓർത്തിരിക്കണം. സർവീസസിൻ്റെ ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിലെയാണ് കൂടുതൽ. ഓക്കെ, അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും കഴിഞ്ഞ 10 വർഷത്തെ ആവറേജിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ട്. ജനറൽ GVA നോക്കിയാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജാണ് മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, ഈ ട്രെൻഡ് മനസ്സിലാക്കി പോകണം കേട്ടോ. ടോട്ടൽ GDP നോക്കിയാലും കഴിഞ്ഞ 10 വർഷത്തെ ആവറേജാണ് മേളിൽ നിൽക്കുന്നത്. അപ്പോൾ സർവീസ് സൈഡ് നോക്കിയാലും നിങ്ങൾ സപ്ലൈ സൈഡ് പ്രൊഡക്ഷൻ സൈഡ് നോക്കിയാലും സപ്ലൈ സൈഡ് നോക്കിയാലും പ്രൊഡക്ഷൻ സൈഡ് നോക്കിയാലും കഴിഞ്ഞ 10 വർഷത്തെക്കാട്ടി കുറച്ച് താഴത്തെ പെർഫോമൻസാണ് നമ്മൾ. കഴിഞ്ഞ 10 വർഷത്തെക്കാട്ടി കുറച്ച് ഉള്ള ഒരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് താഴെയാണ് നമ്മുടെ പെർഫോമൻസ്. ഈ ട്രെൻഡ് മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസിൻ്റെ അടുത്ത് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അണ്ടർസ്റ്റുഡ് ദിസ്? ഓക്കെ, അഗ്രികൾച്ചറിൽ ഇൻഡിവിജ്വലി നമ്മൾ കൂടുതൽ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. GDP ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ, ഇൻഡസ്ട്രി GDP ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ നമ്മൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സർവീസിൽ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജിനെക്കാട്ടി കുറച്ച് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ GDP ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ ഇയർ 25-ൽ അത് 6.4 ആയിരിക്കും. അഗ്രികൾച്ചറിന് 3.8% ഗ്രോത്ത് വന്നിട്ടുണ്ട്. സർവീസിന് 7.2 ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് നമുക്ക് പ്രശ്നം. 6.2 ആണ്. ഇത് മോഡറേറ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി IMF നമ്മുടെ ഒരു പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 28, അതായത് 2027-28 ആണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഈ വർഷങ്ങളുടെ പ്രൊജക്ഷൻ 6.3 ബില്യൺ ആവും നമ്മുടെ GDP എന്ന് പറയുന്നത് ബൈ ഫിനാൻഷ്യൽ ഇയർ 2030. ഇനി അടുത്ത വർഷം ഈ വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയർ 2025-26 നമ്മുടെ IMF നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രോത്ത് റേറ്റ് എന്താ? 6.3 to 6.8%. ഇവിടെയും നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ IMF എന്തിനാ ഇങ്ങനെ ഒരു റേഞ്ച് വയ്ക്കുന്നത്? ഇവർക്കൊന്നുകിൽ 6.3% ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ 26 വളരുമെന്നോ അല്ലെങ്കിൽ 6.8% വളരുമെന്നോ അങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ഒരു റേഞ്ച് വെച്ചിരിക്കുന്നത്? വൈ സച്ച് എ റേഞ്ച്? കാരണം ഗ്രോത്ത് ഒന്നുകിൽ കൂടാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇതിനെ നമ്മൾ എന്താ പറയുന്നത് സ്റ്റുഡൻസ്? ഈ ഗ്രോത്തിനെ സഹായിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അപ്പ് വിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ടെയിൽ വിൻസ് എന്ന് പറയും.
അതായത് ചിലപ്പോൾ നമ്മുടെ ഗ്രോത്ത് നല്ലോണം പോകാൻ സഹായിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങനെ പോയാൽ അതിനെ പുറകിൽ നിന്ന് കുറച്ചുകൂടെ കാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ പോകും. ഇതിനെയാണ് നമ്മൾ ടെയിൽ വിൻസ് എന്ന് പറയുന്നത്. ടെയിൽ വിൻസ്. ടെയിൽ വിൻഡുകൾ നല്ലതാണെങ്കിൽ നമ്മൾ 6.8% വളരുമായിരിക്കും. ടെയിൽ വിൻഡുകൾ നല്ലതാണെങ്കിൽ. ടെയിൽ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്തും ആവാം. അത് നിങ്ങൾക്ക് ഞാനിത് ടെക്നിക്കലി ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അതായത് നമ്മൾ വളർന്ന് ഓൾറെഡി പോകുന്നു, അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഉണ്ടാകുക. അതായത് ഒരു ഒരു വിമാനം ഇങ്ങനെ പോകുമ്പോൾ പുറകിൽ നിന്ന് കുറച്ച് കാറ്റടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ പോകും. ഓക്കെ, അത് ഫേവറബിൾ എക്കണോമിക് എഗ്രിമെൻറ്റ്സ് ആവാം ഓരോ രാജ്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സെക്ടറും നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറും നല്ലോണം പെർഫോം ചെയ്യുന്നതാവാം, എന്തുമാവാം. വി ആർ പെർഫോമിങ് ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ 6.8% വളരും. അതേസമയം ചില സമയത്ത് ഹെഡ്വിൻസ് എന്ന് പറഞ്ഞ സാധനം അടിക്കാം. ഹെഡ്വിൻസ് എന്ന് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ദിശയിൽ നിന്നൊരു കാറ്റടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ സ്പീഡ് കുറയും. കാരണം ഓപ്പോസിറ്റിൽ നിന്ന് എതിരായിട്ട് വരുന്ന ഫാക്ടറുകളാണ് ഇടിക്കുന്നത്. അപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഓപ്പോസിറ്റിംഗ് ഫാക്ടേഴ്സ് വരികയാണ്, ഹെഡ്വിൻസ് വരികയാണെങ്കിൽ നമ്മുടെ വളർച്ച കുറവാകും. ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിന് മുകളിൽ ഒരു രാജ്യം സാങ്ഷൻ ഇട്ടതാവാം, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഡിസാസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഗ്ലോബൽ വാറുകളാവാം. ഇതൊക്കെ കാരണം നമ്മുടെ ഗ്രോത്ത് വേണമെങ്കിൽ ഡിസ്റപ്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അപ്പ് വിൻസോ ഡൗൺ വിൻസോ, അല്ലെങ്കിൽ ടെയിൽ വിൻഡോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെഡ് വിൻഡ്, അതിൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും നമ്മുടെ ഗ്രോത്ത് 6.3 ആണോ 6.8 ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ നല്ല ടെയിൽ വിൻസ് ആണ്, അല്ലെങ്കിൽ അപ്പ് വിൻസ് ആണെങ്കിൽ നമ്മൾ നല്ലോണം വളരും. പക്ഷെ ഹെഡ് വിൻസും അല്ലെങ്കിൽ അപ്പ് വിൻസും ആണ്, അല്ലെങ്കിൽ ലോ വിൻസും ആണ് കൂടുന്നെങ്കിൽ നമ്മൾ അങ്ങനെ വളരില്ല. ക്ലിയർ? അപ്പോൾ ടെയിൽ വിൻഡും ഹെഡ് വിൻഡും എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ്ട്രാ നോളജ് ആണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വിട്ടുകളയാം. ഓക്കെ, നിങ്ങളുടെ ആൻസറിലൊക്കെ ഈ ടെയിൽ വിൻഡും ഹെഡ് വിൻഡും എന്നൊക്കെ ഉപയോഗിച്ചാൽ ഒരു വാല്യൂ അഡീഷൻ ആയിരിക്കും. ഡൊമസ്റ്റിക് എക്കണോമി നിങ്ങൾ നോക്കിയാൽ അഗ്രികൾച്ചർ വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് മൺസൂൺ ആയിരുന്നു, റിസർവേഴ്സിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, സോവിങ്ങും കൂടിയിട്ടുണ്ട്. കൺസ്ട്രക്ഷനും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട്. മാനുഫാക്ചറിങ് സ്ലോ ഡൗൺ ആണ്. കാരണം മാനുഫാക്ചറിങ് സ്ലോ ഡൗൺ ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. അതുപോലെ ഈ പറയുന്ന കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കുറഞ്ഞു. കാരണം മാനുഫാക്ചറിങ് കുറയാൻ്റെ കാരണം എന്താണ്? മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഡിമാൻഡ് കുറയുന്നത് കൊണ്ടാണ് ഇവർ പലരും ഇൻവെസ്റ്റ് ചെയ്യാത്തുള്ളൂ. അടുത്ത സ്ലൈഡുകൾ ഞാൻ പറഞ്ഞു തരും. ഈ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മുടെ ബഡ്ജറ്റിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? ടാക്സ് റേറ്റ് കുറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റിബേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. സർവീസ് സെക്ടർ ഓബ്വിയസ്ലി റോബസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, പർട്ടിക്കുലർലി ഫിനാൻസ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് IT ആൻഡ് പ്രൊഫഷണൽ സർവീസ്. സർവീസ് സെക്ടറാണ് നമ്മുടെ ബാക്ക് ബോൺ. പക്ഷെ നമ്മൾ ശരിക്കും ആഗ്രഹിക്കേണ്ടത് നമ്മളൊരു മാനുഫാക്ചറിങ് പവർ കൂടെ ആവണം, എന്നാലേ നമുക്ക് വികസിത് ഭാരതത്തിലേക്ക് എത്താൻ പറ്റൂ. കാരണം നമ്മുടെ രാജ്യം എന്താ ചെയ്തേക്കുന്നത്? സാധാരണ ഒരു രാജ്യം പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറിൽ നിന്ന് പയ്യെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് പോവുക, സെക്കൻഡറി സെക്ടറിലേക്ക് പോവുക. അവിടെ നിന്ന് ചാടിയിട്ട് നമ്മൾ എന്ത് പോകണം? ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസിലേക്കൊക്കെ പോകണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നടുക്കുള്ള മാനുഫാക്ചറിങ് അങ്ങ് സ്കിപ്പ് ചെയ്തു. നമ്മൾ അഗ്രികൾച്ചറിൽ നിന്ന് ഒറ്റച്ചാട്ടത്തിന് സർവീസിലെത്തി. പക്ഷെ നമ്മളൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ഉള്ള രാജ്യമാണ്, നമുക്ക് പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സെക്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് പറ്റുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്. ഇത് നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റും കൺസപ്ഷനും ഇന്ത്യയിൽ എങ്ങനെ നടന്നിട്ടുണ്ട്? അതിനു മുമ്പ് നിങ്ങൾക്ക് ചെറിയൊരു ബേസിക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. ഈ 2 മെത്തേഡ് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് സ്റ്റുഡൻസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, പല സെക്ടറുകളും മുടക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. അപ്പോൾ കൺസപ്ഷൻ എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ, അതിനെ നമ്മൾ C എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ I എന്ന് വിളിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ആരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണും? ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണും, പ്രൈവറ്റ് ഫേംസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാണും. C+I പ്ലസ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് പർച്ചേസിങ്ങും അല്ലെങ്കിൽ സാലറിയും ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ഇതിനെ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഓക്കെ, G എന്ന് വിളിക്കും. പിന്നെ നമുക്ക് എന്തുണ്ടാവും? നെറ്റ് എക്സ്പോർട്ടിനെ പലപ്പോഴും നമ്മൾ NX എന്നും കാണിക്കാറുണ്ട്, X എന്നും കാണിക്കാറുണ്ട്. ഇതെന്താണ്? X - M. അതെന്താ? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ GDP കിട്ടും. ഓക്കെ, ഇപ്പോൾ കൺസപ്ഷൻ, നമ്മൾ റീറ്റെയിലായിട്ട് നമ്മൾ ജനങ്ങൾ എന്തോരം എക്സ്പെൻഡിച്ചർ മുടക്കുന്നു, നമ്മൾ ചിലവ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് എങ്ങനെ നടക്കുന്നു? ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ എക്സ്പെൻഡിച്ചർ. പിന്നെ ഗവൺമെൻറ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും പർച്ചേസിലും ഒക്കെ എത്ര പൈസ മുടക്കുന്നു. അതുപോലെ എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും ഡിഫറൻസ്. ഇത് 4 കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് GDP കിട്ടും. പക്ഷേ എക്കണോമിക് സർവേയിൽ ചെറിയൊരു വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുള്ളതാണ്.
ടെക്നിക്കൽ ടേംസ് ആണ് അവർ കുറച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. അതായത് സിക്ക് പകരം അവർ ഉപയോഗിക്കുന്നത് എന്താ? PFCE എന്നാണ്, പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഇൻവെസ്റ്റ്മെന്റിന് പകരം അവർ ഉപയോഗിക്കുന്നത് എന്താ? GFCF. ഇതെന്താ? ഗ്രോസ് ഫൈനൽ ക്യാപിറ്റൽ ഫോർമേഷൻ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന് പകരം അവരെന്താ ഉപയോഗിക്കുന്നത്? ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. എക്സ്പോർട്ടിന് ഇമ്പോർട്ടിൻ്റെയും ഡിഫറൻസിന് അവർ ഉപയോഗിക്കുന്നത് നെറ്റ് എക്സ്പോർട്ട് എന്ന് തന്നെ. അപ്പോൾ ഈ ടേമുകൾ ഏകദേശം സെയിമാണ്. നമ്മൾ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് സിമ്പിളായിട്ട് പറയുന്നതിന് സർവേ പറയുന്നത് എന്താ? പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റിനെയും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനും ഐ എന്ന് പറയുന്നു. സർവേക്ക് അത് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ സിമ്പിളായിട്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. സർവേ എന്ത് പറയുന്നു? ഗ്രോസ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ ടെക്നിക്കൽ ടേം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ക്രൂഡായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ GDP എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് എന്താ? പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഇത് എന്ത് തന്നെയാണ് സ്റ്റുഡൻസ്? കൺസപ്ഷൻ ആണ്. ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇത് എന്തൊക്കെ തന്നെയാണ്? ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇത് എന്ത് തന്നെയാണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് എക്സ്പോർട്ട് എന്താണ്? സെയിം ആണ്. അപ്പോൾ C + I + G + X - M തന്നെയാണ് എന്ത്? PFCE + GFCF + GFCE + നെറ്റ് എക്സ്പോർട്ട്. രണ്ടും ഒന്നാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇക്കണോമിസ്റ്റ് ആവാനൊന്നും പോകണ്ട. പ്രൈവറ്റ് ഫൈനൽ എക്സ്പെൻഡിച്ചർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ C അതെന്ത് തന്നെയാണ്? മണി സ്പെൻഡ് ബൈ പീപ്പിൾ ഇൻ ദെയർ പ്രൈവറ്റ് കപ്പാസിറ്റി. ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇത് എന്ത് തന്നെയാണ്? I ആണ്. ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ആരുടെ? ഗവൺമെന്റിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും. It is the money spent by companies and government towards making investments such as building new office, building a new road, etc. Government final consumption expenditure. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് പറയും? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. മണി സ്പെൻഡ് ബൈ ഗവൺമെന്റ് ടുവേർഡ്സ് ഡേ ടു ഡേ എക്സ്പെൻസസ്. നെറ്റ് എക്സ്പോർട്ട് എന്താ? എക്സ്പോർട്ട് ടു ഇമ്പോർട്ടിൻ്റെ ഡിഫറൻസ്. അപ്പോൾ GDP യുടെ ബേസിക്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പഠിച്ചത്? നമ്മുടെ GDP-യിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഷെയർ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രെൻഡ് പഠിക്കണം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരേ ഒരു ട്രെൻഡ്, ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ്, പല ട്രെൻഡുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് എവിടുന്നാണ്? പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ. നോക്കിക്കോ, 54, 62, 61, 61, 60, 61, 61. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, പ്രൈവറ്റ് ഫൈനൽ എക്സ്പെൻഡിച്ചർ കൺസിസ്റ്റൻ്റ് ആയിട്ട് 5 വർഷമായിട്ട് കൂടി, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 5 വർഷം കുറഞ്ഞു, ഇങ്ങനൊരു ട്രെൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും തെറ്റാണ്. കാരണം ഇത് വേവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറിയും മറിഞ്ഞും വരുന്നുണ്ട്, ചെറിയ ഡിഫറൻസ് ആണെങ്കിലും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 61.8% നമ്മുടെ GDP-യുടെ പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ കൺസപ്ഷൻ ഡ്രിവൺ എക്കോണമിയാണ് നമ്മുടെ. സെക്കൻഡ് വലിയ കോൺട്രിബ്യൂട്ടർ ആരാ? GFCF ആണ്, ഗ്രോസ് ഫൈനൽ ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. സെക്കൻഡ് വലിയ കോൺട്രിബ്യൂട്ടർ ആരാ? ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇടയ്ക്ക് ഞാൻ മറക്കും, ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ സെക്കൻഡ് ഡ്രൈവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇതും നിങ്ങൾ നോക്കിക്കോ, ട്രെൻഡ് വേവറിംഗ് ആണ്. 30, 30, 31%, 31%, 31%, പിന്നെ ഒന്ന് ഡിപ്പായി 30%, പിന്നെ കയറി 31%. അപ്പോൾ ഇതും ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ല, മാറിയും പറഞ്ഞു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ നമ്മുടെ GDP-യിലേക്ക് പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെങ്കിൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ GFCF ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് പക്ഷേ ഈ പറയുന്ന എപ്പോഴും എക്സ്പെൻഡിച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിട്ട് പോയാൽ പോരാ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം. എസ്പെഷ്യലി ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവരെ കൊണ്ട് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഗവൺമെൻറ്റിന് പരിധികളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, കൂടുതൽ പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കണം. ഇനി നിങ്ങൾ എക്സ്പോർട്ട്സ് നോക്കിയാൽ എക്സ്പോർട്ടുകളും കഴിഞ്ഞ 5 വർഷം നിങ്ങളോട് ചോദിച്ചാൽ കുറേയും കൂടിയൊക്കെ ചെയ്തിരിക്കുന്നത് 22%, 21, 24, 23, 22, 22. ഇപ്പോൾ എക്സ്പോർട്ടും കുറേയും കൂടിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തേർഡ് കോൺട്രിബ്യൂട്ടർ. ഇനി നമുക്ക് നെഗറ്റീവ് അടിക്കുന്നത് എവിടാ? ഇമ്പോർട്ട്സിൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവാണ്. എക്സ്പെഷ്യലി അത് നമ്മുടെ പ്രശ്നമല്ല, ക്രൂഡ് ഓയിലൊന്നും ഇവിടെ നമുക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇമ്പോർട്ട്സ് എപ്പോഴും നെഗറ്റീവാണ്. കാരണം എക്സ്പോർട്ട് ഇമ്പോർട്ട് നോക്കിയാൽ ഇമ്പോർട്ട്സ് എപ്പോഴും നെഗറ്റീവാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്.
അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഏതൊരു ട്രെൻഡ് ചോദിച്ചാലും കഴിഞ്ഞ 5 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇത് മാറി മറിഞ്ഞിരിപ്പുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടിയിട്ടുമില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറഞ്ഞിട്ടുമില്ല. ട്രെൻഡ് ഓർത്തിരിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, മാറ്റങ്ങളുണ്ട്. ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ PFCV അല്ലെങ്കിൽ സിമ്പിളായിട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്, മൂന്നാമത്തത് എക്സ്പോർട്ട്. ഇമ്പോർട്ട് എപ്പോഴും നെഗറ്റീവിലാണ് കിടക്കുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ ഹാസ് ബീൻ മോഡറേറ്റ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്ലോബൽ അൺസർട്ടനിറ്റീസ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ ഗ്ലോബൽ അൺസർട്ടനിറ്റീസ്. ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, CAPEX, നമ്മുടെ ക്യാപിറ്റൽ, പുതിയ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ ഇടയ്ക്കൊന്ന് കുറഞ്ഞിരുന്നു ഇലക്ഷൻ കാരണം, പിന്നീട് അത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. കൺസ്യൂമർ കോൺഫിഡൻസ്, അർബൻ ഏരിയയിൽ കുറച്ച് പ്രശ്നമുണ്ട്. റൂറൽ ഏരിയ ഞാൻ പറഞ്ഞു, അവർക്ക് നല്ല വെതറും സോയിങ്ങും ഒക്കെ ആയതുകൊണ്ട് അവർ കുഴപ്പമില്ലാതെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഉണ്ട്. പക്ഷേ മിഡിൽ ക്ലാസ്സിന് പ്രശ്നമുള്ളതുകൊണ്ട് അർബൻ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ഈ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം സോൾവ് ചെയ്യാനാണ് എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസ്, ഗവൺമെൻറ് ഇപ്പോൾ ടാക്സ് റിബേറ്റുകൾ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഫിസ്ക്കൽ ഹെൽത്ത് നോക്കിയാൽ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ 5 വർഷവും കൂടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്ന് ഓർക്കണം, ഈ ട്രെൻഡിൽ അപ്വേർഡ് ട്രജക്ടറിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയിട്ടുണ്ട്. എക്സ്പെഷ്യലി നമ്മൾ ട്രാൻസ്പോർട്ടിലും ലോജിസ്റ്റിക്കിലും റിന്യൂവബിൾ എനർജിയിലുമൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൺട്രോളിലാണ്, സ്റ്റേറ്റ് ഫിനാൻസസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്, GST റവന്യൂ കളക്ഷനും കുഴപ്പമില്ലാതെ പോകുന്നു. ഇതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ 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 അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. യു ഹാവ് ടു വെയിറ്റ് ഫോർ സം സെക്കൻഡ്സ്. ഐ ഹാവ് എ സ്മോൾ ഡിസ്റപ്ഷൻ ഹിയർ. സോ ഐ നീഡ് ടു ചേഞ്ച് ദ സെറ്റിങ്സ് എ ലിറ്റിൽ ബിറ്റ്. അല്ലെങ്കിൽ നമ്മുടെ വിസിബിൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ 2 ബേസിക് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണം. ഒന്ന് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. ഓക്കെ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, എൻറ്റയർ ഇൻഫ്ലേഷൻ മൊത്തം കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഇൻഫ്ലേഷൻ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഹൗസിംഗ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഫ്യൂവൽ ആയിക്കോട്ടെ. അപ്പം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എല്ലാ കമ്മോഡിറ്റി ബാസ്ക്കറ്റിലുള്ള കാര്യങ്ങളും അതിനകത്ത് വരും. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കോർ ഇൻഫ്ലേഷൻ എന്താ സ്റ്റുഡൻസ്? കോർ ഇൻഫ്ലേഷൻ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഈ ടോട്ടൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നുണ്ട്? ഫുഡ് ആൻഡ് ഫ്യൂവൽ നമ്മൾ മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ ചിലയിടത്ത് എന്താ എഴുതിയിരിക്കുന്നത്, ഫുഡ് ആൻഡ് എനർജി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണം സിമ്പിളാണ്, ഫുഡിൻ്റെയും എനർജിയുടെയും പൈസ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെയും പ്രൈസസ് ഇത് വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ഓവറോൾ ഇൻഫ്ലേഷൻ ഇത് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് ഫുഡിൻ്റെയും ഫ്യൂവലിൻ്റെയും അല്ലെങ്കിൽ ഫുഡിൻ്റെയും എനർജിയുടെയും പല ബുക്കുകളിൽ പല രീതിയിലാണ്, ഇത് അവോയ്ഡ് ചെയ്തിട്ടുള്ള ബാക്കി ഇൻഫ്ലേഷനെയാണ് നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അല്ല കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡും ഫ്യൂവലും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലേഷനാണ് കോർ ഇൻഫ്ലേഷൻ. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഇൻഫ്ലേഷനാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. ഞാൻ ടെക്നിക്കലായിട്ടല്ല പഠിപ്പിക്കുന്നത്, സിംപ്ലിഫൈഡ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉള്ള കമ്മോഡിറ്റി ബാസ്ക്കറ്റ് നമ്മൾ നോക്കിയാൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, ഇതിനകത്തുനിന്ന് ഫുഡും ഫ്യൂവലും ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കോർ ഇൻഫ്ലേഷൻ കിട്ടും. ക്ലിയർ? ഓക്കെ, ഇനി റീറ്റെയിൽ ഇൻഫ്ലേഷൻ. നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇത് 4.9 നമുക്ക് ചുരുക്കാൻ പറ്റിയിട്ടുണ്ട് ഡ്യൂറിങ് ഏപ്രിൽ ഡിസംബർ 2024. നമ്മുടെ ടാർഗറ്റിന് ഏകദേശം അടുത്താണ്. ഞാൻ പറഞ്ഞു നമ്മുടെ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് അനുസരിച്ച് 4 ± 2 ആണ് ടാർഗറ്റ്. അതിന് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രശ്നക്കാരൻ ആരാണ്? ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. ഫുഡ് പ്രൈസ് ആണ് വോളറ്റൈൽ, എക്സ്പെഷ്യലി ടൊമാറ്റോ, ഒണിയൻ ആൻഡ് പൊട്ടറ്റോ. നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയത് വ്യക്തമായിട്ട് ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ CPI ഇൻഫ്ലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 4.9 നമ്മൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കോർ ഇൻഫ്ലേഷൻ ഇതിനെക്കാട്ടി കുറയും. കാരണം എന്താ? പ്രശ്നക്കാരൻ ഫുഡും ഫ്യൂവലും ആണ്, എക്സ്പെഷ്യലി ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോർ ഇൻഫ്ലേഷൻ അതിനെക്കാട്ടി താഴെയാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം ആരാണ്? ഫുഡ് ഇൻഫ്ലേഷൻ. ഇവിടെ നിങ്ങൾ കാണുന്ന CFPI, ഓക്കെ, കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ്. ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ നോക്കി, ഇടയ്ക്ക് 12% അടുത്ത് പോയി, പിന്നെ ഡിപ്പായി, കൂടി കുറഞ്ഞു, ഇപ്പോഴും ഇതൊരു 9% നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ഓവറോൾ ഇൻഫ്ലേഷനിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്? ഫുഡ് ഇൻഫ്ലേഷനാണ്. ഈ ട്രെൻഡ് നിങ്ങൾ പഠിച്ചു വെക്കണം, കാണാതെ അറിഞ്ഞിരിക്കണം. ഫുഡിൽ തന്നെ ഏറ്റവും പ്രശ്നക്കാരൻ ആരാണ്? ടോപ്പാണ്, ടോപ്പ് കമ്മോഡിറ്റീസ്. ടൊമാറ്റോ, ഒണിയൻ, പൊട്ടറ്റോ നിങ്ങൾ ന്യൂസിൽ എപ്പോഴും കാണുന്നത്. അപ്പം ഈ ടൊമാറ്റോയുടെയും അതുപോലെ ഒണിയൻ്റെയും
അതുപോലെ പൊട്ടറ്റോയുടെ ഇൻഫ്ലേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ 4.5 എത്തും. ക്ലിയർ? അപ്പോൾ പ്രശ്നക്കാരാരാ? ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ, ജനറലി ഫുഡ് ഇൻഫ്ലേഷൻ. ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ഇപ്പോൾ ഫുഡ് ഇൻഫ്ലേഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ആരാ? ടൊമാറ്റോ, ഓണിയൻ ആൻഡ് പൊട്ടറ്റോ. ഇതൊന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? ഇനി നമുക്ക് എക്സ്റ്റേണൽ സെക്ടറും ഫിനാൻസ് സെക്ടറിൻ്റെയും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ദിസ് വിൽ ബി ഡൺ വെരി ഫാസ്റ്റ്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് എക്സ്റ്റേണൽ സെക്ടർ. നിങ്ങൾക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ബേസിക്സ് ആണ്. ഇവിടെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് ഒക്കെ നോക്കിയാൽ രണ്ടായിട്ട് ഇതിനെ തിരിക്കാം: ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെ വരും? ട്രേഡ് ഇൻ ഗുഡ്സ് വരും, ട്രേഡ് ഇൻ സർവീസ് വരും, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് വരും, ഷോർട്ട് ടേം ആയിട്ടുള്ള സെയിൽ ആൻഡ് പർച്ചേസ്, ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്. ഓക്കെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറച്ചുകൂടെ ലോങ് ടേം ആയിരിക്കും. ഓക്കെ. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് അസറ്റ്സ് ഓൾസോ. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, എക്സ്റ്റേണൽ അസിസ്റ്റൻറ്റ്, ഡെപ്പോസിറ്റ്, ബോറോയിങ്, ഇതെല്ലാം എന്തിലാണ് വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. അതർ ഫ്ലോസ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത കേട്ടോ, നിങ്ങൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. എക്സ്റ്റേണൽ സെക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ നമ്മൾ സെക്ടർ നോക്കിയാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജനറലി ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രാഫിലേക്ക് പോവാം. നമ്മുടെ മർച്ചൻഡൈസ് എക്സ്പോർട്ട്സ് എപ്പോഴും നമുക്ക് വലിയ ഫേവറബിൾ ആയിരിക്കില്ല. മർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ നിങ്ങൾ ഗുഡ്സ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. കാരണം നമ്മളൊരു മാനുഫാക്ചറിങ് രാജ്യമല്ല. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നോക്കിയാൽ എപ്പോഴും അത് എവിടെ കിടക്കും? താഴ്ന്നായിരിക്കും. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എക്സ്പോർട്ടിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഗുഡ്സ് ട്രേഡിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ട് ആയിരിക്കും. അപ്പോൾ ഇതെപ്പോഴും താഴെയായിരിക്കും. സർവീസസ് ആണ് നമ്മുടെ പവർ. അപ്പോൾ സർവീസിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സർവീസ് ട്രേഡ് ബാലൻസ് എപ്പോഴും മുകളിലോട്ടും, മെർച്ചൻഡൈസ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ട്രേഡ് ബാലൻസ് എപ്പോഴും താഴോട്ടും ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ട്രാൻസ്ഫേഴ്സ് എപ്പോഴും നമുക്ക് എന്താണ്? ട്രാൻസ്ഫേഴ്സ്, റെമിറ്റൻസും കാര്യങ്ങളും എല്ലാം എപ്പോഴും നമുക്ക് മുകളിലോട്ടായിരിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് അയക്കുന്ന രാജ്യം നമ്മളാണ്. ഇനി നിങ്ങൾ നോക്കുക, കറണ്ട് അക്കൗണ്ട് മൊത്തത്തിൽ, അതായത് ഈ ഗുഡ്സും സർവീസും ട്രാൻസ്ഫറും എല്ലാം കൂടെ നോക്കിയാൽ ജനറലി ഈ ട്രെൻഡ് ഇവിടുന്ന് തന്നെ പഠിച്ചു നോക്കുക. ജനറലി ഇത് നമുക്ക് ഡെഫിസിറ്റ് ആയിരിക്കും. പക്ഷേ എക്സെപ്ഷനലി നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? കറണ്ട് അക്കൗണ്ടിനും സർപ്ലസ് വന്നിട്ടുണ്ട്. പക്ഷേ വളരെ റെയറാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ ട്രെൻഡ് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. മർച്ചൻഡൈസ് അല്ലെങ്കിൽ ഗുഡ്സിന് എപ്പോഴും നമുക്ക് ഡെഫിസിറ്റ് ആയിരിക്കും. ഓൾവേസ് വി ആർ ഓൺ ഡെഫിസിറ്റ്. സർവീസ് ട്രേഡ് നമ്മൾ നോക്കിയാൽ ഇത് എപ്പോഴും എന്താണ്? സർപ്ലസ് ആയിരിക്കും. ട്രാൻസ്ഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സർപ്ലസ് ആയിരിക്കും. ഇനി ടോട്ടൽ കറണ്ട് അക്കൗണ്ടിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും 99% ഇത് ഡെഫിസിറ്റ് ആയിരിക്കും. പക്ഷേ എക്സെപ്ഷണൽ കേസിൽ ഇത് സർപ്ലസ് ആയിട്ടുണ്ട്. ഓർക്ക് അവിടെയാണ് കുടുക്ക് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഫിഗേഴ്സ് നോക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇതും 5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ സർവീസസ് 5 വർഷമായിട്ട് റെഗുലർലി കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഇല്ല, വേവറിംഗ് ആണ്. മർച്ചൻഡൈസ് 5 വർഷമായിട്ട് റെഗുലർലി കൂടിയിട്ടുണ്ടോ കുറഞ്ഞോ? അല്ല, വേവറിംഗ് ആണ്. ട്രാൻസ്ഫേഴ്സ് 5 വർഷമായിട്ട് റെഗുലർലി കൂടിയോ കുറയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വേവറിംഗ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം വേവറിംഗ് ആണ്. കൺസിസ്റ്റൻറ്റ് പാറ്റേൺ ഒന്നും തന്നെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ സർവീസ് സെക്ടർ എപ്പോഴും നമുക്ക് പോസിറ്റീവാണ്, ട്രേഡ് സർപ്ലസ് ആണ്. നിങ്ങൾക്ക് കാണാം കൂടിയും കുറയൊക്കെ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും സർപ്ലസ് ആണ്. സീറോയുടെ അപ്പുറത്തെല്ലാം സർപ്ലസ് ആണ്. അപ്പോൾ ഇതും സർപ്ലസ് ആണ്. നിങ്ങൾ നോക്കിക്കോ, മർച്ചൻഡൈസ് എപ്പോഴും ഡെഫിസിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഈ യെല്ലോ കോട്ട് ചെയ്തേക്കുന്ന മർച്ചൻഡൈസ്. അപ്പോൾ സർവീസും ട്രാൻസ്ഫേഴ്സും നമുക്ക് എപ്പോഴും സർപ്ലസും, മർച്ചൻഡൈസ് എപ്പോഴും ഡെഫിസിറ്റും. പക്ഷേ ഒറ്റ ഒരു ഫിഗർ നിങ്ങൾ ഇവിടെ നോക്കണം. ഈ കറണ്ട് അക്കൗണ്ട് ഒറ്റ തവണ Q4 of 2024 ഇത് എന്ത് പറ്റിയിട്ടുണ്ട്? ഇത് സർപ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ റെയർലി നമുക്ക് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പെടും. അപ്പം ഞാൻ പറഞ്ഞ ട്രെൻഡ് എന്താ? നെറ്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, റെഗുലർലി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി മുകളിലോട്ട് പോയിട്ടോ കുറഞ്ഞിട്ടോ ഇല്ല. മെർക്കൻഡൈസ് പ്രൈസ് കൺസിസ്റ്റൻ്റ്ലി കൂടിയോ കുറയോ ചെയ്തിട്ടില്ല. എല്ലാം വേവറിംഗ് ആണ്. പിന്നെ ഞാൻ പറയുന്നത് എന്താ? മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ മെർക്കൻഡൈസിലോ അല്ലെങ്കിൽ ഗുഡിലോ എപ്പോഴും നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. സർവീസിൽ എപ്പോഴും നമുക്ക് സർപ്ലസ് ആണ്. ട്രാൻസ്ഫേഴ്സിൽ എപ്പോഴും നമുക്ക് സർപ്ലസ് ആണ്. കറണ്ട് അക്കൗണ്ട് ജനറലി നോക്കിയാൽ മിക്ക തവണയും നമുക്ക് ഡെഫിസിറ്റ് ആണ്. ഒറ്റ തവണ മാത്രം ഇവിടെ നിങ്ങൾക്ക് കാണാം സർപ്ലസ് ആയി. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പ് നിങ്ങളെ സെറ്റ് ചെയ്യാം. ഓക്കെ. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് 634 ബില്യൺ ആണ്. നല്ലൊരു ഫിഗറാണ്. നമുക്ക് 91 കുറച്ച് ആഴ്ചകളിലേക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഈ എക്സ്റ്റേണൽ സെക്ടറും ഇൻഫ്ലേഷനും ബാങ്കിങ്ങും എല്ലാം ഓരോ ചാപ്റ്ററാണ്. ഇതൊരു ഓവർവ്യൂ മാത്രമാണ്. ട്രേഡ് പെർഫോമൻസ് വാസ് മിക്സ്ഡ്. ഓവറോൾ മെർക്കൻഡൈസ് എക്സ്പോർട്ട് 1.6 ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ റിമെയിൻസ് വേൾഡ്സ് ടോപ്പ് റെസിപ്പിയൻ്റ് ഓഫ് റെമിറ്റൻസ്.
ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ സെക്ടർ റിലേറ്റീവ്ലി ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രോസ് NPA കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഓക്കെ, ഗ്രോസ് എന്ന് പറയുമ്പോൾ എന്താ, ഇതിനകത്തുനിന്ന് നമ്മൾ നെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഗ്രോസിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ പ്രൊവിഷനിങ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഗ്രോസ് വരുന്നത്. പ്രൊവിഷനിങ് ഇതിനകത്ത് മൈനസ് ചെയ്താലോ, പ്രൊവിഷനിങ് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് നോൺ പെർഫോമിങ് അസറ്റ്സ് കിട്ടും. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് നോക്കാം. അതായത് ഇത് 5ൽ നിന്ന് 3.2 ആയി, പിന്നെ 2.6 ആയി, ഇപ്പോൾ കുറഞ്ഞാണ് നിൽക്കുന്നത് 24ൻ്റെ കണക്കനുസരിച്ച് നോക്കും. അപ്പോൾ ഇറ്റ് ഹാസ് റെഡ്യൂസ്, ട്രെൻഡ് മനസ്സിലാക്കുക, കൺസിസ്റ്റൻറ്റ് റിഡക്ഷൻ. പണ്ട് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റും പ്രശ്നമാണ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ് വളരെ കൂടിയിട്ടുണ്ട്. പഴയ എക്കണോമിക് സർവേ ഇതിനെ വിളിച്ചിരിക്കുന്നത് ചക്രവ്യൂഹമാണ് പ്രശ്നം. കാരണം ദേ കോൾഡ് ഇറ്റ്, നമുക്ക് പണ്ട് ട്വിൻ ബാലൻസ് ഷീറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ട്വിൻ ബാലൻസ് ഷീറ്റ്, അതായത് കമ്പനികളുടെ ബാലൻസ് ഷീറ്റിലും ലോസ് ആണ്, അവർക്കും വലിയ പ്രോഫിറ്റ് ഇല്ല. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിലും പ്രശ്നം, അവരുടെ അസറ്റ്സ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ ട്വിൻ ബാലൻസ് ഷീറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ആ പ്രശ്നത്തിൽ നമ്മൾ കരകയറുന്നുണ്ട്. നമ്മുടെ ബാങ്കിങ് സെക്ടർ റിലേറ്റീവ്ലി ബെറ്റർ ആണ്. ഓക്കെ, ക്ലിയർ. ഇനി എംപ്ലോയ്മെൻറ്റ് നിങ്ങൾ നോക്കിയാൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതും ഞാൻ അടുത്ത ചാപ്റ്ററുകളുടെ എക്സ്പ്ലനേഷൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയും. കാരണം ലേബർ ഫോഴ്സ് എന്താണ്, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താണ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഓവർവ്യൂ ആണ്. 15 വർഷം ഏജ് ബിറ്റ്വീൻ 15 ആൻഡ് അബോവ് ഹാസ് സ്റ്റെഡ്ലി ഡിക്ലെയർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫോർ ഇൻഡിവിജ്വൽ. 15നും എബോവ് 15+ ആൾക്കാരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് സ്റ്റെഡിലി ഡിക്ലൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. 2017-18 ഇത് 6% ഇത് കുറഞ്ഞ് എന്തായിട്ടുണ്ട്, 3.2% ഇതിനകത്തും കുറച്ച് ഡിബേറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് രംഗരാജൻ, ടെണ്ടുൽക്കർ കമ്മിറ്റി ഇതൊക്കെ പഠിക്കണം. പിന്നെ ജനറലി ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നിതി ആയോഗ് മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സും അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റിന് തന്നെ വേറെ ചില ക്രൈറ്റീരിയകളൊക്കെ ഇവർ നോക്കുന്നുണ്ട്. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഇവിടെ അല്ല, നിതി ആയോഗിൻ്റെ വേറെ സംഭവമാണ്. പക്ഷേ അൺഎംപ്ലോയ്മെൻറ്റ് ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടെന്നാണ് പല എക്കണോമിക് എക്സ്പേർട്സും പറയുന്നത്. നിങ്ങൾ അതിപ്പം വിട്ടുകളയുക. നമ്മുടെ സർവേയിൽ നമുക്ക് കോട്ട് ചെയ്യാം, സർവേ ആയിരിക്കും നമുക്ക് ഒതൻറ്റിക്ക്. അതനുസരിച്ച് 2017-18 നിന്ന് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പ്രശ്നം, അൺഎംപ്ലോയ്മെൻറ്റ് റെഗുലർലി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2017-18 നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് അന്ന് ഇറ്റ് ഹാസ് ബീൻ 6%, ഇപ്പോൾ കുറഞ്ഞ് 3.2% ആയെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രെൻഡ് കോൺസ്റ്റൻറ്റ് എന്താ പറയുക, ഡിക്ലൈൻ ആണ്. ഓക്കെ, നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് ഇൻക്രീസിങ്. അപ്പോൾ ഇത് കൺസിസ്റ്റൻറ്റ് ഇൻക്രീസ് ആണ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൺസിസ്റ്റൻ്റ്ലി കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഓക്കെ, വർക്കർ ടു പോപ്പുലേഷൻ റേഷ്യോ, ഇവിടെ വർക്കർ ടു പോപ്പുലേഷൻ റേഷ്യോയും ഇറ്റ് ഈസ് ഓൾസോ കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസ്. ട്രെൻഡാണ്. ഇപ്പോൾ LFPRും WPRും ഇവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ഇത് കൺസിസ്റ്റൻ്റ്ലി കൂടിയിട്ടുണ്ട്. ക്ലിയർ. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസ്, ഇതും ഇറ്റ് ഈസ് ഓൾസോ കൺസിസ്റ്റൻ്റ്ലി ഡിക്ലൈൻ. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും കൺസിസ്റ്റൻ്റ്ലി ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പോൾ LFPRും WPRും കൺസിസ്റ്റൻ്റ്ലി കൂടുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൺസിസ്റ്റൻ്റ്ലി കുറയുന്നു. ട്രെൻഡ് മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, എന്താണ് WPR, ഇതൊക്കെ കുറച്ച് ബേസിക്കലി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അടുത്ത ചാപ്റ്ററുകളിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. Okay, unemployment rates had declined while the formal employment is increased. EPFO payroll data shows rise in new employment, particularly among youth. India's labor force participation is driven by service, construction and sectoral hiring. Okay, ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. അതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്, നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് 2-3 മാർക്ക് കൂടുതൽ ഫെച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് എക്കണോമിക് സർവേ പഠിച്ചാൽ. മെയിൻസിനും ഇത് ഉപകാരമായിരിക്കും. അപ്പോൾ ഇനിയുള്ള ചാപ്റ്ററുകളെല്ലാം ചെറിയ ചാപ്റ്ററുകളാണ്, ഞാൻ പെട്ടെന്ന് തീർക്കും. അപ്പോൾ കൺക്ലൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഗ്ലോബൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യൻ എക്കണോമി റിമൈൻസ് റെസിലിയൻറ്റ്, സ്ട്രോങ് വിത്ത് ഗ്രോത്ത് ഇൻ സർവീസസ്, അഗ്രികൾച്ചർ ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ മാനുഫാക്ചറിങ് കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പിടിക്കണം. ഓക്കെ, റിസ്ക് ഫാക്ടറുകൾ പൂർണ്ണമായിട്ട് ഇപ്പോഴും പോയിട്ടില്ല, ഇപ്പോഴും റിസ്ക് ഫാക്ടറുകൾ ഉണ്ടെന്നോട് നിങ്ങൾ ഓർക്കണം. ഹയർ വേൾഡ് ട്രേഡ് അൺസർട്ടനിറ്റി ഇൻഡെക്സ്, ഇപ്പോഴും ഈ ഇൻഡെക്സ് ഇത് ആരെ ഇറക്കുന്നതൊക്കെ നോക്കണം. 8.5 നിന്ന് 13 അത് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഹയർ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഇൻഡെക്സ്, അപ്പം ട്രേഡിൻ റിസ്ക്കും അടുത്ത വർഷം കൂടും അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കും കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഫിഗേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്.
ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഡൊമസ്റ്റിക് റിഫോംസ് കൊണ്ടുവരണം, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ കൊണ്ടുവരണം. അതുവഴി നമ്മുടെ ലോങ് ടേം ഗ്രോത്തിനെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഗ്രാസ് റൂട്ട് സ്ട്രക്ചറൽ റിഫോംസ് നമ്മൾ ചെയ്യണം ഫോർ ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് മീഡിയം ടേം ഗ്രോത്ത്. ഓക്കെ, നമ്മുടെ ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഡീറെഗുലേഷൻ നടത്തണം. ഇവിടെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സർവേയിൽ ഇത് വളരെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്, ഈ വാക്ക് ഡീറെഗുലേഷൻ. അതായത് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ പറയുന്ന മാനുഫാക്ചറിങ് സെക്ടറിനെയോ സർവീസ് സെക്ടറിനെയോ ഇൻഡിവിജ്വൽസിനെയോ ഒന്നും ശ്വാസം മുട്ടിക്കരുത്. ഒത്തിരി അധികം നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലാതാവും. നമ്മുടെ ബിസിനസ്സുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യില്ല, ആൾക്കാരുടെ മുകളിൽ നിങ്ങൾ ഒത്തിരി റെഗുലേഷൻ നടത്തി അവരും പർച്ചേസ് ചെയ്യില്ല. അപ്പം മൊത്തത്തിലൊരു ഡീറെഗുലേഷൻ ആവശ്യമാണ്. പണ്ടത്തെ ഒരു എക്കണോമിക് സർവേ ഇതിന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു, ഇറ്റ് വാസ് കോൾഡ് ആസ് ഇക്കണോമിക് കൊളസ്ട്രോൾ. ഓവറായിട്ട് റെഗുലേഷൻ നടത്തി ഒരു ക്ലോഗിങ്ങിൻ്റെ അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, കൊളസ്ട്രോൾ ബാധിക്കുന്ന കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം, ഡീറെഗുലേഷൻ വേണം എന്നാണ് ഇക്കണോമിക് സർവേ പറയുന്നത്. ലോങ് ടേമിൽ നമുക്ക് സക്സസ് ആവണമെങ്കിൽ വി നീഡ് ദിസ് റിഫോം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ LPG ചെയ്തതുപോലെ വലിയൊരു ഡീറെഗുലേഷൻ അല്ല, നമുക്കറിയാം 91 ചെയ്തത്, പക്ഷേ അതുപോലൊരു സംഭവമല്ല. പക്ഷേ കുറച്ചൊക്കെ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന റെഗുലേഷൻസ് കുറയ്ക്കണം. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ലൈസൻസ് രാജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നം തന്നെയാണ്. വി ഷുഡ് ഡീറെഗുലേറ്റ് ദ എക്കോണമി. എക്കോണമിയിൽ ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ റോൾ ആയിരിക്കണം കൂടുതൽ ഗവൺമെൻറ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും റോളിംഗ് ബാക്ക് ഓഫ് ദ സ്റ്റേറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് പിന്മാറണ്ട, പക്ഷേ റെഗുലേഷൻസ് കുറയ്ക്കണം. കാരണം റെഗുലേഷൻസ് കൂടിയാൽ എന്ത് പറ്റും സ്റ്റുഡൻസ്? കോംപ്ലയൻസ് കോസ്റ്റ് കൂടും. കോംപ്ലയൻസ് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, ഡിമാൻഡ് കുറയും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ഹോപ്പ് ദിസ് ബെനിഫിറ്റ്സ് യു. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഒരു 13 ചാപ്റ്റർ ഉണ്ട്, പക്ഷേ ഇതെല്ലാം കൂടെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ ബീയിങ് പേഷ്യൻറ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.